ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എന്താണ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്? രണ്ടാം അധ്യായത്തിന്റെ കാതലായിട്ട് ഭഗവാൻ പറഞ്ഞു, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അർജുന ഉള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിലനിൽപ്പിന് ആധാരമായ ആ ബോധം എന്ന ആത്മാ എന്ന ആ സത് വസ്തു, അതേകം. അതാണ് നീ, അതാണ് ഞാൻ, അതാണ് ഈ കാണുന്ന രാജാക്കന്മാരെല്ലാം. ആ സത്യത്തിന് മുറിവേൽപ്പിക്കാൻ, ആ സത്യത്തെ ഉണക്കാൻ, വരട്ടാൻ, അഗ്നിക്ക് ദഹിപ്പിക്കാൻ ഈ വകയ്ക്കൊന്നും സാധ്യമല്ല. അത് നിത്യമാണ്, അത് അവ്യയമാണ്, വ്യയമില്ലാത്തതാണ്. അതുകൊണ്ട് നിത്യമായ, അവ്യയമായ, ച്യുതിരഹിതമായ ആ സദ്വസ്തുവിനെ ചൊല്ലി പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. ഇനി ദേഹത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദേഹം നശ്വരമാണ്. അപ്പം ഭഗവാൻ ഒന്ന് പറഞ്ഞു, ജഡത്തെയും ചൈതന്യത്തെയും. ഇതിനെക്കുറിച്ചാണ് വിസ്തരിച്ചിട്ടുള്ളത്. അപ്പൊ ജഡപ്രകൃതി, ആ ജഡപ്രകൃതിക്ക് ചൈതന്യമേകുന്ന, ചൈതന്യവത്തായിട്ടുള്ള ഒരു ചേതനയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞു കൊടുത്തത്. പിന്നെ പറഞ്ഞു, ശരി, നീ ഇതിനെയൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ദേഹം നിത്യമാണെന്ന് അറിഞ്ഞാൽ തന്നെ ദേഹത്തിന് നാശമുണ്ടല്ലോ. അപ്പം ജഡമായിട്ടുള്ളതിന്റെ ഇല്ലായ്മയെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതെന്താണ്? ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ്. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ. ഇങ്ങനെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ് ശരീരമെന്നും, നീ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഈ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെ വളർന്ന് വികസിച്ച് പരിണമിച്ച് ഈ പരിണാമങ്ങളെ മുഴുവൻ നിരീക്ഷിച്ചവനാണ് നീ എന്ന് നിനക്ക് ഒന്നാലോചിച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ എങ്ങനെ പറഞ്ഞു കൊടുത്തു? സാംഖ്യയോഗത്തിലൂടെ. ഇതാണ് അർജുന സാംഖ്യം എന്ന യോഗശാസ്ത്രത്തെ പേരൊക്കെ ചൊല്ലി ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. ഇനി ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മത്തെ ചെയ്യാനും രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു. അങ്ങനെ കർമ്മം ചെയ്യുന്നുവെങ്കിൽ നീ ഒരു തരത്തിലും പാപത്തെ ഏൽക്കുന്നവനാവില്ല, നിന്നിൽ പാപമെന്ന കറ പുരളില്ല എന്ന് ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. കാമനയെ ജയിച്ച് ഒരു സമുദ്രത്തെ പോലെ നിലകൊള്ളുന്ന വിദ്യയെക്കുറിച്ചൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് അർജുനൻ അങ്ങനെ വളരെ ഒരു സന്തോഷവാനായിട്ട് നിലകൊള്ളുക. അങ്ങനെയിരിക്കെ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുക ഭഗവാനോട്. നോക്കാം എന്താ ചോദ്യം എന്ന്. അഥ തൃതീയോധ്യായഃ കർമ്മയോഗഃ. അർജുന ഉവാച ധ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദന തസ്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുന ഉവാച. മൂന്നാം അധ്യായം കർമ്മയോഗം ആരംഭിക്കുന്നു. അധ്യായത്തിന്റെ ആരംഭത്തില് അർജുനൻ ഭഗവാനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഭഗവാനെ, ജ്യായസി ചേത് കർമ്മണഃ തേ മതാ ബുദ്ധി ഹേ ജനാർദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി ഹേ കേശവ. രണ്ടു പേര് ഭഗവാനെ, ഹേ കേശവ, ഹേ ജനാർദന.
രണ്ട് സ്ഥലത്തേക്കുള്ളതാണ്. ഹേ ജനാർദ്ദന, ജനങ്ങൾക്ക് മുഴുവൻ ആനന്ദത്തെ കൊടുക്കുന്ന, ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലയോ ഭഗവാനെ, കർമ്മണഃ ബുദ്ധിഃ ജ്യായസി തേ മദാചേത്. കർമ്മണഃ, കർമ്മത്തേക്കാൾ, ബുദ്ധിഃ, ബുദ്ധി എന്ന് പറഞ്ഞു ഭഗവാൻ, ബുദ്ധൗ ശരണം അന്വിച്ച, ബുദ്ധിയെ, ജ്ഞാനത്തെ ശരണം ഗമിച്ചാൽ. ഈ ക്രമത്തിൽ ഗീത കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ സൗന്ദര്യം മനസ്സിലാവുക. അത് 1ഉം 2ഉം അധ്യായം കേട്ട് 3 കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ കർമ്മയോഗം മാത്രം ഗീതാജ്ഞാന യജ്ഞം ചെയ്യുന്ന സമയത്ത്, കാരണം ഇതിന്റെ പിറകിലുള്ളത് ഇപ്പൊ പറയുന്ന ആൾക്ക് ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടാവും, പക്ഷെ കേൾക്കുന്ന ആൾക്കില്ലല്ലോ. അത് ഇത്രയും ഇവിടെ ഈ ഒരു ചോദ്യം തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അർജുനന്റെ ഈ ചോദ്യം വിസ്തരിക്കേണ്ട ആവശ്യമില്ല. പറയുന്നു, ഭഗവാനെ, ബുദ്ധിഃ ജ്യായസി തേ മദാചേത്, ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തേ മദാചേത്, മതം എന്ന് പറഞ്ഞ അഭിപ്രായം, അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എങ്കിൽ, ഹേ കേശവ, അല്ലയോ ഭഗവാൻ, കേശിയെ പോലുള്ള അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുള്ള ഭഗവാനെ, ഘോരേ കർമ്മണി മാം കിം നിയോജയസി, എന്തിനാ ഈ ഘോരകർമ്മത്തിൽ എന്നെ നിയോഗിക്കുന്നത്? ഞാൻ അറിയാനായിട്ട് ചോദിക്കുക. ചോദ്യം ഗംഭീരല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാനെ, അങ്ങേക്ക് തന്നെ അഭിപ്രായമുണ്ട് ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. അങ്ങനെ ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നിരിക്കെ ഈ ഘോരമായ യുദ്ധം, എന്താണ് ഘോരമായിട്ടുള്ളത്? യുദ്ധം. ഈ യുദ്ധത്തിൽ എന്നെ അങ്ങ് എന്തിനാ പ്രേരിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ തെളിച്ചു പറയാൻ പോവാ. അങ്ങേക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് അർജുനന്റെ ആ ക്ഷാത്രവീര്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനോട് ഒന്നും കൂടെ അങ്ങോട്ട് പറയാം. നോക്കാം എന്താ പറയുന്നത്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ ഇവ വാക്യേന ബുദ്ധിം മോഹയസി ഇവ മേ തത് ഏകം വദ നിശ്ചിത്യ യേന ശ്രേയഃ അഹം ആപ്നുയാം. അങ്ങയുടെ ഇപ്പോഴത്തെ ഈ പറച്ചിലുണ്ടല്ലോ, 2 അധ്യായം വരെ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾക്കും തോന്നും അത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ വക്കാലത്തെടുത്തുകൊണ്ട് അർജുനൻ കോടതിയിൽ വാദിക്കുകയാണ്. നമ്മുടെ വക്കാലത്താണ് അർജുനൻ എടുത്തത്. പറയുന്നു, എന്താ പറയുന്നത്? വ്യാമിശ്രേണ ഇവ. വ്യാമിശ്രേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കലർന്നത്, കൂട്ടിക്കലർത്തിയത്. വിമിശ്രസ്യ ഭാവഃ വ്യാമിശ്രം എന്ന് പറഞ്ഞാൽ മിശ്രിതമാക്കിയത്, ഒരു അവിയൽ പരുവത്തിൽ കൂട്ടിക്കലർത്തിയ അങ്ങയുടെ വാക്യങ്ങളെ കൊണ്ട്, വാക്കുകൊണ്ട് മേ ബുദ്ധിം, എന്റെ ബുദ്ധി മോഹയസി ഇവ, മോഹിക്കപ്പെട്ടിരിക്കുക. സ്വാമി, കുറച്ചു ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ആകെ കൂടെ ഒരു 1-2 തരണമെന്നുണ്ട് ചിലപ്പം, പിന്നെ സഹിച്ചിരിക്കുക. അതെ, ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നാം ചില സമയത്ത്. 2 പൊട്ടിക്കണം എന്ന് തോന്നും, നിർവാഹമില്ല എന്ന് പറയാം. അപ്പൊ ഈ കൂട്ടിക്കുഴച്ച് അങ്ങീ പറയുന്നതുണ്ടല്ലോ, മനസ്സിലാവുന്നില്ല. തവ വാക്യേന വാമിശ്രേണ ഇവ മേ ബുദ്ധി മോഹയസി, എന്റെ ബുദ്ധി മോഹിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ അങ്ങ് ഈ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ആകെ കൂടെ ഒരു കൺഫ്യൂഷനാണ്. അർജുനൻ കേട്ടിരുന്നെങ്കിൽ ആ പാട്ട് പാടിയേനെ. അതെ, അതുകൊണ്ട് യേന അഹം ശ്രേയഃ ആപ്നുയാം. യേന, യാതൊന്നുകൊണ്ട്, അഹം, എനിക്ക്, ശ്രേയഃ ആപ്നുയാം, ആത്മീയ സുഖത്തെ, ആത്യന്തികമായ ശ്രേയസ്സിനെ ഞാൻ പ്രാപിക്കുമോ? തത് ഏകം, ആ ഒന്നിനെ, അർജുനൻ പറയുന്നത് നോക്കൂ, തത് ഏകം, ആ ഒന്നിനെ നിശ്ചിത്യ, തീർച്ചപ്പെടുത്തി, അങ്ങേക്ക് തീർച്ച ഉണ്ടെങ്കിൽ, നിശ്ചിത്യ വദ, പറഞ്ഞാൽ.
അങ്ങേക്ക് ഉറപ്പുള്ളത് പറയും. ഈ കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ടല്ലോ, ടീച്ചേഴ്സ് ഇങ്ങനെ കുഴക്കും. കുട്ടിയോട് ചോദിച്ചു, രാജു 2 2 4, 4 4 എത്രയാ? അപ്പൊ കുട്ടി പറഞ്ഞു, ടീച്ചർ എപ്പോഴും എളുപ്പമുള്ളത് ടീച്ചർ പറയും, എന്നിട്ട് വിഷമം പിടിച്ചത് എന്നെ കൊണ്ട് ചോദിക്കുക. ഇതെപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ പറയൂല എന്ന് പറയാം. ഞാൻ കട്ടിയാ ടീച്ചറോട്. അപ്പം അങ്ങേക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. തത് ഏകം വധ. ആ ഒന്ന് എന്തിനായിട്ട്? എന്റെ അഹം ശ്രേയ ആപ്നുയാം. ഞാൻ ഏതൊന്നിനെയാണോ, ഏതൊന്ന് കേട്ടാൽ, ഏതൊന്ന് ഉൾക്കൊണ്ടാൽ ഭഗവാനെ ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കും, അത് എനിക്ക് ദയവ് ചെയ്ത് അങ്ങ് പറഞ്ഞു തരൂ, നിശ്ചയിച്ച് ഉറപ്പിച്ച് പറഞ്ഞു തരൂ. ഇതന്നെയാ സ്വാമി ഞങ്ങൾക്കും പറയാനുള്ളത്. ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ഇതാ ഭഗവാൻ ഏറ്റെടുത്തു. അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ മറുപടി പറഞ്ഞു. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ ഹേ അനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അർജുനനെ വീണ്ടും ആശയക്കുഴപ്പത്തിലേക്ക് ഭഗവാൻ വീഴ്ത്തുന്നു. പറയുന്നു, ഹേ അനഘ. ആദ്യം തന്നെ ഭഗവാൻ നല്ലൊരു വിളി വിളിച്ച് അർജുനനെ എന്താ പറയാ, സാന്ത്വനിപ്പിക്കുന്നു. ഭഗവത്ഗീതയിലെ ഒരു ശ്രദ്ധേയമായ ഭഗവാന്റെ ഒരു പ്രയോഗമാണ് ഹേ അനഘ. അനഘ എന്ന് പറഞ്ഞാൽ പാപരഹിത, പാപത്തിന്റെ ഒരു കണിക പോലും ഏൽക്കാത്ത അർജുന. അപ്പം ഭഗവത്ഗീത പാപി എന്ന വിളിയെ തീരെ എന്താ പറയാ, ഒരല്പം പോലും സ്വീകരിക്കുന്നില്ല എന്ന് പറയും. ഒരാളെയും അങ്ങനെ വിളിക്കാൻ സ്വാമി ഒരു മതത്തെയും വിമർശിക്കല്ല. സ്വാമിക്ക് അത് സ്വാമിയുടെ ജോലിയുമല്ല. ശാസ്ത്രം അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഒരുവനിലെ പാപി എന്ന വിളി ഒരുവനിലെ സാധ്യതകളെ പുറത്തെടുക്കാൻ അവനെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നാണ് ഉത്തരം. ഒരുവനെ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അവനിലെ മുഴുവൻ സാധ്യതകളെയും അടിച്ചുടയ്ക്കലാണ്. അതാണ് നമ്മൾ ശല്യവാണിയായിട്ടും ജാമ്പവവാണിയായിട്ടും കണ്ടത്. ശല്യർ എന്താ പറഞ്ഞിട്ടുള്ളത്? ശല്യര് കർണന്റെ എല്ലാ വീര്യത്തെയും ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള, അതുകൊണ്ട് ഉപനിഷത്തിലൊക്കെ പറയുക, നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ ആചാര്യന്മാര് ശിഷ്യന്മാരെ അല്ലെങ്കിൽ ആ സാധകരെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അമൃതസ്യ പുത്രാഹ ശൃണ്വന്തു എന്ന് പറഞ്ഞിട്ടാ. അമൃതിന്റെ അരുമക്കിടാങ്ങളെ കേട്ടാലും. ആർക്കും ഒരാളെയും പാപി എന്ന് വിളിക്കാൻ അധികാരമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കും ഇല്ല അധികാരം. അതേത് മതമേലധ്യക്ഷനും ഒരാളെയും വിളിക്കാൻ അധികാരം ഇല്ല എന്നുള്ളതാണ്. ഇനിയോ എന്താ കർമ്മത്തില് നമ്മളിപ്പം പറയുന്നു പാപം പുണ്യം എന്നൊക്കെ, നമുക്കതിന് അതീതമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. ഇപ്പൊ ഇവിടുത്തെ പാപമല്ല അവിടുത്തെ പാപം. ഇപ്പൊ ഗൾഫിൽ പോയിട്ട് നിങ്ങൾ ഒരാളുടെ വാച്ച് പോക്കറ്റ് അടിച്ചു അല്ലെങ്കിൽ പേഴ്സ് പോക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് ചോദിക്കും ഏത് കൈ കൊണ്ടാ പോക്കറ്റ് അടിച്ചത്? വലത് കൈ. എന്നാ വലത് കൈ ഇങ്ങോട്ട് കാണിക്കാൻ പറയും. ഒരൊറ്റ വെട്ടാണ്. പിന്നെ വലത് കൈ ഉണ്ടാവില്ല പോക്കറ്റ് അടിക്കാൻ. വീണ്ടും അയാൾ പോക്കറ്റ് അടിച്ചു. അറിയില്ലായിരുന്നു വക്കീൽ ജഡ്ജിക്ക്. അയാളോട് ചോദിച്ചു എങ്ങനെയാ പോക്കറ്റ് അടിച്ചത്? ഇതാ അങ്ങനെ വലത് കൈ ഉണ്ട്. എന്നാ വലത് കൈ ഇങ്ങോട്ട് കാണിക്കും. അയാൾ ഊരിക്കൊടുത്തു. എന്നാ ഇവിടെ നോട്ടെ. എന്നിട്ട് പോയി അയാൾക്ക് സൗകര്യം. ഒരുവനിലെ സർഗസാധ്യതകളെ മുഴുവൻ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്കതിന് അധികാരമില്ല. എല്ലാവരും അമൃതേന്തി വന്നിട്ടുള്ളവരാണ്. എല്ലാവരും അഗ്നിയുമായി വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവരും അമൃതിന്റെ അരുമക്കിടാങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, നീ ഒരല്പം തെറ്റിദ്ധാരണയ്ക്ക് പോലും ഒരു പ്രകാരത്തിലും നീ വശംവദനായിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് ഹേ അനഘ,
പാപരഹിതനായിട്ടുള്ള അർജുന. ആ വിളി തന്നെ അർജുനന് വലിയ സന്തോഷാവും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകെ ക്ഷീണിച്ച് പരവശനായി വരുന്ന കുട്ടിയോട് അവനെ വിളിക്കുക, എടാ കഴുതേ എന്ന് പറഞ്ഞാലോ, ആ ഒരൊറ്റ വിളി മതി നമ്മളും അവനും തമ്മിലുള്ള ബന്ധമില്ലാതെയാവാൻ. അതുകൊണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. ഏതായാലും ഇവിടെ അത് അനുവദിക്കുന്നില്ല എന്ന് പറയാം. ഒരുവനെ സത്യപൂർണനും സർവോപരി എല്ലാറ്റിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതിന് പകരം അവനെ കുഴിയിലേക്ക് വീഴ്ത്തുക, എന്തെങ്കിലുമൊക്കെ പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് വിളിക്കുന്നതിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ആ വൃത്തി അവനിൽ ജനിപ്പിക്കുന്നു ഒരുവൻ അത് കേൾക്കുമ്പോൾ. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നേരത്തെ സ്വാമി പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടി കുട്ടാ കിട്ട എന്നൊക്കെ പറയും ഇല്ലേ. അതുകൊണ്ട് ഭഗവാൻ തുടങ്ങുന്നത് തന്നെ, അല്ലയോ വിശുദ്ധ ആത്മാവിന്റെ ഉടമയായ അർജുന, അസ്മിൻ ലോകേ, ഈ ലോകത്തില്, സാങ്ക്യന്മാർക്ക്, ജ്ഞാനയോഗേന, ജ്ഞാനയോഗം കൊണ്ടും, യോഗിനാം, യോഗികൾക്ക്, കർമ്മയോഗേന, കർമ്മയോഗം കൊണ്ടും, ദ്വിവിധ നിഷ്ഠ പുരാമയ പ്രോക്ത, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പണ്ടേയുള്ള പരിപാടിയാണ് ഇങ്ങനെ പറയുക എന്നുള്ളത്. അപ്പൊ ഞാൻ പണ്ടേ രണ്ടു വിധത്തിൽ കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. സാങ്ക്യന്മാർക്ക് സാങ്ക്യയോഗത്തെയും, സാങ്ക്യാനാം ജ്ഞാനയോഗേന, സാങ്ക്യന്മാർക്ക് ജ്ഞാനയോഗം കൊണ്ടും, യോഗിനാം കർമ്മയോഗേന, യോഗികൾക്ക് കർമ്മയോഗം കൊണ്ടും, ദ്വിവിധ നിഷ്ഠ, രണ്ട് പ്രകാരത്തിലുള്ള നിഷ്ഠ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗീത ഭാഷ്യം ആരംഭിക്കുന്ന സമയത്ത് ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിലെ ആ ഉപോദ്ഘാതം അതിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. മരീചി മുതലായിട്ടുള്ള പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് പ്രവൃത്തി മാർഗത്തെയും പ്രവൃത്തി ലക്ഷണത്തെയും നിവൃത്തി ലക്ഷണത്തെയും ഭഗവാൻ ഈ പ്രപഞ്ചത്തില് ഏർപ്പെടുത്തിയെന്നും, ഒരു കൂട്ടരെ പ്രവൃത്തി മാർഗത്തിലൂടെയും ഒരു കൂട്ടരെ നിവൃത്തി മാർഗത്തിലൂടെയും ഈ സത്യത്തെ ബോധിപ്പിക്കുന്നതിനും കർമ്മം ചെയ്യുന്നതിനും ഒക്കെ പ്രേരിപ്പിച്ചു എന്നാണ്. കലാന്തരത്തിലുണ്ടായിട്ടുള്ള അപചയം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക. ഏതായാലും നമുക്ക് മുൻപിലേക്ക് പോവാം, വിഷമിക്കേണ്ട, ഇനി ഓർമ്മയില്ലെങ്കിലും. അപ്പൊ ഞാൻ രണ്ട് വിധത്തിലുള്ള നിഷ്ഠകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? സാങ്ക്യന്മാർക്ക് ജ്ഞാനയോഗത്തെയും യോഗികൾക്ക് കർമ്മയോഗത്തെക്കുറിച്ചും. ഇത് എന്നാൽ പണ്ടേ പറയപ്പെട്ടിട്ടുള്ളതാണ്. നീ വിഷമിക്കേണ്ട അർജുന, ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. നോക്കാം. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷഃ അശ്നുതേ ന ച സന്ന്യസനാത് ഏവ സിദ്ധിം സമധിഗച്ഛതി. പുരുഷഃ കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം ന അശ്നുതേ. പുരുഷഃ മനുഷ്യൻ കർമ്മണാം അനാരംഭാത്, കർമ്മങ്ങളുടെ അനാരംഭം കൊണ്ട്, കർമ്മങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ട്. 3-ാം അധ്യായം കർമ്മയോഗം വളരെ വളരെ നമ്മുടെ നിത്യജീവിതവുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇത് പ്രമാണമായിരിക്കട്ടെ നമുക്ക്. ഭഗവത്ഗീതയാണ്. എല്ലാ സംശയങ്ങളും ഇതിലിങ്ങനെ തീരണം, പല ചോദ്യങ്ങളും പിന്നെ എഴുതാനുണ്ടാവരുത്. കേട്ടോളൂ. അർജുനനോട് പറയുന്നതാണ് ഭഗവാൻ, നമ്മളോട് തന്നെയാണ് പറയുന്നത്. കർമ്മണാം അനാരംഭാത്, കർമ്മം ചെയ്യാതെ ഇരുന്നതുകൊണ്ട് നൈഷ്കർമ്മ്യം, നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠ എന്നൊക്കെയാണ്. അതായത് കർമ്മമില്ലാത്ത അവസ്ഥ. കർമ്മമില്ലാത്തത് ബ്രഹ്മത്തിലാണ്, അതായത് ചലനമില്ലാത്തത്. എല്ലാ ചലനങ്ങൾക്കും അധിഷ്ഠാനമായിട്ട് നിലകൊള്ളുന്നത് അതാണ്. ആ സിദ്ധിയെ ന അശ്നുതേ, അനുഭവിക്കില്ല. അപ്പൊ ഒരാൾ വിചാരിക്കുകയാണ് VRS ഒക്കെ എടുത്ത് ജോലിയൊക്കെ റിട്ടയറായി ആശ്രമത്തിലിരുന്നാൽ കിട്ടുമോ? കിട്ടില്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ. എന്തെങ്കിലുമൊക്കെ ജോലി രാജിവെച്ച് ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ പോയി ഇരുന്നാൽ കിട്ടുന്നതാണോ ബ്രഹ്മജ്ഞാനം, ബ്രഹ്മനിഷ്ഠ, സമാധി, യോഗം എന്നൊക്കെ വെച്ചാൽ ഭഗവാൻ പറയണു നടപ്പില്ല എന്ന്.
അങ്ങനെ ആരെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ജോലിക്ക് പോകാൻ തുടങ്ങിക്കോളും. നന്നായിരിക്കും. ന അശ്നുതേ, എന്നാ ശരി സന്യാസം എടുത്തു കളയാന്ന് ചിലർ വിചാരിച്ചിട്ടുണ്ട്. സന്യസനാത്, സന്യാസം എന്ന ബാഹ്യമായ കർമ്മം കൊണ്ട് ഏവ സിദ്ധിം നജ സമതി ഗച്ഛതി. അങ്ങനെയുള്ള ഒരു ബാഹ്യമായ ഉപേക്ഷ കൊണ്ട് സിദ്ധിയെയും ന സമതി ഗച്ഛതി, അതിനെയും പ്രാപിക്കുന്നതല്ല, അധിഗമിക്കുന്നതല്ല എന്ന്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക. സന്യാസം എടുത്താൽ കിട്ടുമോ? കിട്ടൂല. കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ കിട്ടുമോ? കിട്ടൂല. എങ്ങനെയെന്നാ കിട്ടുക? പറയണു ഭഗവാൻ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ഞാൻ പറയാൻ പോകുന്ന ഇതൊക്കെ അങ്ങേയറ്റം സത്യമാണ് അർജുന. പ്രപഞ്ചത്തില് ഇതിനെയൊന്നും ഒരാൾക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ശാസ്ത്രം എത്രയൊക്കെ വളരട്ടെ, സാധ്യമല്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ ചില സത്യങ്ങളെക്കുറിച്ചാണ്. അതുമായിട്ട് ചേർത്തിട്ട് നീ നിന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി നീ ആലോചിക്കും. സത്യം, ആത്മബോധം, സമാധി എന്നൊക്കെ പറയുന്നത് അത് വേറെയാണ്. ഇത് വേറെ. സന്യാസം എന്ന ബാഹ്യമായ കർമ്മം കൊണ്ട് ഏവ സിദ്ധിം നജ സമതി ഗച്ഛതി. അങ്ങനെയുള്ള ഒരു ബാഹ്യമായ ഉപേക്ഷ കൊണ്ട് സിദ്ധിയെയും ന സമതി ഗച്ഛതി, അതിനെയും പ്രാപിക്കുന്നതല്ല, അധിഗമിക്കുന്നതല്ല എന്ന്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക. സന്യാസം എടുത്താൽ കിട്ടുമോ? കിട്ടൂല. കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ കിട്ടുമോ? കിട്ടൂല. എങ്ങനെയെന്നാ കിട്ടുക? പറയണു ഭഗവാൻ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ഞാൻ പറയാൻ പോകുന്ന ഇതൊക്കെ അങ്ങേയറ്റം സത്യമാണ് അർജുന. പ്രപഞ്ചത്തില് ഇതിനെയൊന്നും ഒരാൾക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ശാസ്ത്രം എത്രയൊക്കെ വളരട്ടെ, സാധ്യമല്ല എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ ചില സത്യങ്ങളെക്കുറിച്ചാണ്. അതുമായിട്ട് ചേർത്തിട്ട് നീ നിന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി നീ ആലോചിക്കും. സത്യം, ആത്മബോധം, സമാധി എന്നൊക്കെ പറയുന്നത് അത് വേറെയാണ്. ഇത് വേറെ. അപ്പൊ എന്താണ് പറയണത് നോക്കാം. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഃ. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യദേഹി അവശഃ കർമ്മ സർവഃ പ്രകൃതിജൈഃ ഗുണൈഃ. ഇതൊക്കെ ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. പറയുന്നു, നഹി കശ്ചിത് ക്ഷണം അപി ജാതു. ജാതു എന്ന് പറഞ്ഞാൽ ഒരിക്കലും. ജാതു ഒരിക്കലും. ക്ഷണമപി ഒരൽപ്പനേരം പോലും. ഒരിക്കലും ഒരൽപ്പനേരം പോലും, ഒരൽപ്പസമയം പോലും കശ്ചിത് ഒരുത്തനും അകർമ്മകൃത് കർമ്മം ചെയ്യാത്തവനായിട്ട് തിഷ്ഠതി ന ഹി. ഹിന്ദിയിലെ ന ഹി അല്ല, ന എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ല, നിഷേധിച്ചു കഴിഞ്ഞു. ഹി എന്തെന്നാൽ അങ്ങനെയാ. നമ്മൾ ചിലപ്പോൾ ഹിന്ദിയായിട്ട് ചേർത്ത് വായിക്കരുത്. സംസ്കൃതത്തിൽ നകാരം വന്ന നിഷേധമാണ്. ഹി എന്തെന്നാൽ, എന്തുകൊണ്ടെന്നാൽ എന്നാണ്. അപ്പം അകർമ്മകൃത് തിഷ്ഠതി നഹി. കർമ്മം ചെയ്യാത്തവനായി ഒരുവന് നിലനിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. അപ്പൊ കർമ്മം ചെയ്യാത്തവരായിട്ട് ഈ ഭൂമണ്ഡലത്തിൽ ആരെങ്കിലും ഇല്ല, ഒരുവനും ഇല്ല. ഓഹോ, അതെ. എന്തെന്നാൽ പ്രകൃതിജൈഹി ഗുണൈഹി. പ്രകൃതിജൈഹി, പ്രകൃതിയിൽ നിന്ന് ജനിച്ച ഗുണം. പ്രകൃതി എന്നാൽ തന്നെ ഗുണമാണ്. സത്വരജ തമോ ഗുണമാണ് പ്രകൃതി. ആ പ്രകൃതിജൈഹി ഗുണൈഹി, പ്രകൃതിക്കനുസൃതമായ ഗുണങ്ങളാൽ, ആ സ്വാഭാവികമായ സത്വരജ തമോ ഗുണ പ്രകൃതിയാൽ, അതിന്റെ സ്വാധീനത്താൽ
സ്വാധീനത്തെ ഇവിടെ ഭഗവാൻ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? അവശഹ എന്ന ഗംഭീര വാക്ക. അവശഹ. അവശൻ എന്ന് പറഞ്ഞാൽ അസ്വതന്ത്രനായി, സ്വാതന്ത്ര്യമില്ലാത്തവനായി, സർവഹ എല്ലാം ഒന്നൊഴിയാതെ. സർവനാമ ശബ്ദത്തിൽ പെടാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കോർക്കും സ്ട്രിങ്സും സബാറ്റമിക് പാർട്ടിക്കിൾസും എല്ലാം സർവ എന്ത് ചെയ്യുന്നു? കർമ്മ കാര്യത്തെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നടരാജ നടനം എന്ന് പറയുക. ഈ നടരാജ നടനം ഒരണോഹോ അണിയാൻ മഹതോ മഹീയാൻ, അണുവിന്റെ അണുവിൽ പോയാൽ കാണാം. അണുവിന്റെ അണു അടങ്ങിയിരിക്കുകയാണോ? അല്ല, മൂപ്പരും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കറക്കത്തിന്, ചലനത്തിന് അർജുന വിധേയമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ പ്രപഞ്ചത്തിൽ ചലനമില്ലാത്ത ഒരവസ്ഥ ഒരു നിമിഷ നേരം പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ കർമ്മമൊന്നും ചെയ്യുന്നില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ചലിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം ചലനത്തിന് വിധേയമാണ്. കർമ്മം ഇങ്ങനെ നടക്കണം. അപ്പൊ കർമ്മം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കർമ്മത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചലനം എന്നാണ്. ആ ചലനം 5 വിധത്തിലാണെന്ന് മനസ്സിലാക്കി. അതും ഓർമ്മയിരിക്കട്ടെ. ഇപ്പം ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതിപ്രാഹു കർമ്മ പഞ്ചവിധംബുദാഹ. ഉയർത്തല്, താഴ്ത്തല്, പോക്ക്, വലിക്കല്, ചുരുക്കല്. അതുകൊണ്ട് എന്തൊക്കെ സാധ്യമാണ്? ആപ്യം, ഉത്പാദ്യം, വികാര്യം, സംസ്കാര്യം. എത്തിച്ചേരാം, പരിണമിപ്പിക്കാം, സംസ്കരിക്കാം, നിർമ്മാണ പ്രക്രിയകളൊക്കെ ചെയ്യാം, ഇത്യാദി കാര്യങ്ങൾ. അതിന്റെ പരിമിതിയാണ് അതൊക്കെ. ഇതൊക്കെ സാധ്യമാണ് ഈ ചലനങ്ങളെ കൊണ്ട്. അപ്പം കർമ്മത്തിന്റെ പ്രകൃതം ഇതാ കർമ്മയോഗത്തിൽ പറയാൻ പോവുക. അത് പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പൊ ആർക്കെങ്കിലും എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പം ബാഹ്യമായ ചില കർമ്മങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് മരിച്ചാൽ കർമ്മം തീരോ? ഇല്ല. പിന്നെയും ചലനങ്ങളുണ്ട് ഉള്ളിൽ, പല ചലനങ്ങളും. ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളുണ്ട്, അത് പലതും വിഘടിക്കുന്നുണ്ട്, ഒരുപാട് ചലനങ്ങളുണ്ട് എന്ന് പറയാം. അപ്പൊ ആദ്യം ഇത് മനസ്സിലാക്കൂ. എന്ത്? കർമ്മമില്ലാത്ത ഒരവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഇനി എവിടെയാണ് കർമ്മമില്ലാത്തത്? ഭഗവാൻ അത് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. കർമ്മമില്ലായ്മയിൽ കർമ്മവും കർമ്മത്തിൽ കർമ്മമില്ലായ്മയും, ഈ രഹസ്യമൊക്കെ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അറിഞ്ഞോളാം എന്താണ്? ഒരു ക്ഷണനേരം പോലും ഈ പ്രപഞ്ചത്തിൽ കർമ്മമില്ലാത്ത അവസ്ഥയിൽ ഒരാളും ഒരു നേരവും നിലകൊള്ളുന്നില്ല. എല്ലാം പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് ആ പ്രകൃതി ഗുണങ്ങളാൽ അവശരായി, പ്രകൃതി ഗുണത്താൽ പ്രഭാവിതമായി അവശനായി നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാരണ്യ സ്വാമികള് പഞ്ചദശിയില് കുറേയും കൂടെ ഭംഗിയിലാ കാര്യം പറയണത്. പറയുന്നു, കുർവതേ കർമ്മഭോഗായ. കുർവത എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, അനുഭവിക്കുന്നു. എന്തിന്? കർമ്മഭോഗായ, കർമ്മഫലത്തെ അനുഭവിക്കുന്നതിനായിട്ട്. എങ്ങനെ? കർമ്മ കർത്തും ച ഭുഞ്ചതേ. വീണ്ടും വീണ്ടും കർമ്മം ചെയ്യുന്നതിന് ഇവൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു. ഏതുപോലെ? നദ്യാം കീടാഹ ഇവ. നദ്യാം കീടാഹ ഇവ എന്ന് പറഞ്ഞാൽ നദിയിൽ കീടങ്ങളെ കണക്ക് എന്താവുന്നു? നദ്യാം കീട ഇവ. തുടർന്ന് പറയുന്നു, കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. ഈ ശ്ലോകമൊക്കെയുണ്ടല്ലോ, ഇതിന് ഈ ഭഗവത്ഗീതയിലെ ഈ 3-ാം അധ്യായത്തിലെ ഈ ശ്ലോകങ്ങളൊന്നും നിങ്ങൾ എവിടെ തെരഞ്ഞാലും കിട്ടില്ല. അത്ര ഗംഭീര. എവിടെ തെരഞ്ഞാലും കിട്ടില്ല എന്ന് പറയാം. നോക്കി വെച്ചോളൂ. എവിടെയൊക്കെ കിതാബുണ്ടോ എല്ലാം എടുത്ത് പരിശോധിച്ചോളൂ. ഉണ്ടെങ്കിൽ കൊണ്ടുതരൂ. എന്താ പറയുന്നത്? കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. ഭഗവാൻ ഒരു കുട്ടിയെ മടിയിലിരുത്തിയിട്ട് 28 അവന് പേരിട്ട് കൊടുക്കുക. ഒരു പേരിടൽ കർമ്മമാണ്. എന്താണ് അവന്റെ പേര്? മിഥ്യാചാരം. കപട
നാരായണ ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞ കപട യതി എന്നോ അല്ലെങ്കിൽ ഒരു കാപട്യക്കാരൻ എന്നോ. ആരാണ് കാപട്യം നടിക്കുന്നവൻ? പറയുന്നു, വൃഥാ യത്നിക്കുന്നവൻ എന്നൊക്കെ. യഹ, യാതൊരുവനാണ് കർമ്മേന്ദ്രിയാണി, കർമ്മേന്ദ്രിയങ്ങളെ കൈകാല് മുതലായിട്ടുള്ളതിനെയൊക്കെ സംയമന്യ, സംയമനം ചെയ്തിട്ട്, അത് അടക്കിയിട്ട്, ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ അടക്കിയിട്ട്, മനസ്സാ, മനസ്സുകൊണ്ട്, ഇന്ദ്രിയാർത്ഥാൻ, ഇന്ദ്രിയങ്ങളെ, വിഷയങ്ങളെ, സ്മരന്, സ്മരിക്കുന്നത്, ചിന്തിക്കുന്നത്, ആസ്തേ, അവൻ അതിലങ്ങനെ, ആസ്തേ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു. അവൻ മനസ്സുകൊണ്ട് അങ്ങനെ വ്യാപരിക്കുന്നു അവന്റെ ഇന്ദ്രിയങ്ങളെ. അവൻ ആരാണ്? വിമൂഢാത്മാ. ഭഗവാൻ പറയുന്നു മൂഢബുദ്ധിയാണ് അവൻ, വിമൂഢാത്മാ, വിവേകഹീനനായിട്ടുള്ള അവനെ, സഹ അവൻ, മിഥ്യാചാര ഉച്യതേ, പറയപ്പെടുന്നു എന്നാ. എന്താ ഇത് വേറെ എവിടെയും കാണില്ല എന്ന് പറഞ്ഞു? വേറെ എവിടെയും കാണില്ല, അതുകൊണ്ട് തന്നെ. അതായത് വളരെ ഡീസന്റ് ആണ് ആള് കണ്ടു കഴിഞ്ഞാൽ. പുറമേ നോക്കിയ ഒരു തരത്തിലും മൂപ്പരെ പിടികിട്ടില്ല. പക്ഷെ ധ്യാനം മുഴുവൻ ഇതാണ്. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കഥ, ഭാഗവതത്തിലോ ഏതോ പുരാണത്തിൽ പറയുന്നുണ്ട്. ഒരു ഭക്തശിരോമണി ഒരു കൂടാരം കെട്ടി താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു വേശ്യാവൃത്തി നടക്കുന്ന ഒരു ഗൃഹം. കേട്ടിട്ടുണ്ടാവും അല്ലേ? രണ്ടുപേരും മരണപ്പെട്ടു. ശിരോമണിയും മരിച്ചു, അവരും മരിച്ചു. അവര് സ്വർഗത്തിൽ പോയി അത്ര, ഇദ്ദേഹം നരകത്തിലും പോയി. അപ്പൊ അവിടെ ഇരിക്കുന്നവർക്ക് ആകെ സംശയം, അതെന്താ? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എപ്പോഴും ധ്യാനിക്കുന്നത് അവിടെ എത്ര ആള് വന്നു എന്നാണ്. അതെ, അവരെപ്പോഴും ധ്യാനിക്കുന്നത് ഇവിടെ എന്താ സ്വാമിയാര് പ്രഭാഷണം നടത്തുന്നത്, അവരുടെ ധ്യാനം ഇതായിരുന്നു എന്നാണ്. അങ്ങനെയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ചിലർക്ക് അവിടെ പോയാലും നരകവും, നരകത്ത് പോയാലും ചിലർക്ക് സ്വർഗമാണ്. അതാണ്. ഈ അടുത്ത കാലത്ത് നരകത്തിൽ നിന്ന് ഒരു വർത്തമാനം കേട്ടു. ഒരാൾ നരകത്തിലെത്തി. അപ്പൊ അയാൾക്ക് വളരെ സന്തോഷം. അദ്ദേഹം പറഞ്ഞു, ആവൂ, ഈ സ്വർഗത്തിനോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. അപ്പൊ അവിടുന്ന് പിശാചി പറഞ്ഞു, ഇത് നരകമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യോ, ഇതെനിക്ക് സ്വർഗമാണ്. നിങ്ങൾ എവിടുന്നാ വരുന്നത് ചോദിച്ചു. ഞാൻ ബീഹാറിൽ നിന്നാണെന്ന്. ഒരു ബീഹാറുകാരനെ സംബന്ധിച്ച്, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരു മഗ്, ഒരു എന്താ, ഒരു നമ്മുടെ പാത്രം ഉണ്ടല്ലോ, ഒരു ചെപ്പൂടം എന്ന് പറയില്ലേ, ഒരു വലിയ വെള്ളം എടുക്കുന്ന പാത്രം. ഒരു പാത്രം വെള്ളം കിട്ടണമെങ്കിൽ ഒരു ദിവസം നിൽക്കണം, നിന്നാ കിട്ടുന്നില്ല. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ അവർക്ക് അവിടെ പോയാൽ അവിടെയൊക്കെ വെള്ളം ഒരുപാടുണ്ട് നരകത്തിൽ. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യമായി ഈ ഒരു എന്താ പറയാ, മനസ്സുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നാം അടക്കേണ്ടത്. അത് ഭഗവാൻ അടുത്തതിൽ പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയാം. ഈ ക്ലാസ് റൂമിലൊക്കെ ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ വല്ലാതെ അതായത് ഈ വിനോബാജി വളരെ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ക്ലാസ് റൂമില് ടീച്ചർ എന്തോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് എഴുതിയെടുക്കാനുള്ള നോട്ടാണ്. ആ നോട്ട് ഇദ്ദേഹം എഴുതുന്നില്ല. കണ്ട സമയത്ത് ടീച്ചർ എഴുന്നേൽപ്പിച്ചിട്ട് പറയാൻ പറഞ്ഞു. അതായത് നോട്ട് ബുക്ക് എടുത്ത് പൊക്കി പിടിച്ചിട്ട് എന്താണോ ടീച്ചർ പറഞ്ഞു അത് മുഴുവൻ പറഞ്ഞു. അപ്പൊ ടീച്ചർ അത്ഭുതപ്പെട്ടു. പക്ഷെ അത്ഭുതപ്പെട്ടു, അതിലുകൊണ്ട് നിന്നില്ല എന്ന് പറയാം. എന്നിട്ടും അവരുടെ മനസ്സിനൊരു ശാന്തി കിട്ടുന്നില്ല. കാരണം ഇവൻ എഴുതാത്തത് കണ്ടതാണ്. പിന്നെ വേറെ ഏതെങ്കിലും കുട്ടിയുടെ നോട്ടാണോ എന്നൊരു സംശയം. നോട്ട് തരാൻ പറഞ്ഞു. ആ നോട്ട് കൊടുക്കാൻ നേരത്തെ വിനോബാജി പറഞ്ഞു, അതിലെ ഭാഷ ഞാൻ എഴുതിയത് ടീച്ചർക്ക് മനസ്സിലാവില്ല, എന്റെ വാക്കുകള് ഞാൻ എഴുതിയത് മനസ്സിലാവില്ല. പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല കുട്ടികളെ എന്ന് പറയാം. നമ്മുടെ കുട്ടികളെ തന്നെ നമുക്കൊരു വേറൊരു കണ്ണാണല്ലോ അതൊക്കെ കാണാൻ. അങ്ങനെ അവര് പിന്നെ എന്താ പറയാ, പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം ശരി, തിരക്കേടില്ല, ആള് തിരക്കേടില്ല, ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട്, വലിയ കുറിയാണ് തൊട്ട് അവിടെ എല്ലായിടത്തും. പക്ഷെ ഉള്ളിൽ സംഘർഷമാണ്, തീക്കുണ്ടായിട്ടാണ് നടക്കുന്നത്.
ഒരുപാട് സംഘർഷങ്ങളും അതും ഇതും. മറ്റേയാളെ സംബന്ധിച്ച് അയാൾ അതൊന്നും ചെയ്യുന്നില്ല, പക്ഷെ സംഘർഷങ്ങളൊന്നുമില്ല. ഇന്ദ്രിയങ്ങളൊക്കെ വ്യാപരിക്കുന്നത് ബോധപൂർവമാണ്. വരുന്നുണ്ട് ഇതിന്റെ ഇനി ഭഗവാൻ ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ഒരു കളി, അതിന്റെ ആ കോർഡിനേഷൻ ഇല്ലായ്മയും ഒക്കെയാണ്. ആദ്യ 2-ാം അധ്യായത്തിൽ പറഞ്ഞത് സമ്പൂർണ്ണ മനഃശാസ്ത്രം. ഇനി ആ മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വീഴ്ചയിൽ സംഭവിക്കുന്ന വീഴലും പൊങ്ങലും താഴലും ഒക്കെയാണ്. സാംഖ്യയോഗത്തില് ഭഗവാൻ അർജുനനോട് പരമമായ സത്യത്തെ വെളിപ്പെടുത്തിയതിന് ശേഷം ആ സിദ്ധാന്തം എപ്രകാരം പ്രവൃത്തിപദത്തിൽ കരചരണങ്ങളിലേക്ക് ഈ സിദ്ധാന്തത്തെ ആവാഹിച്ച് അത് കരചരണങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്ന കലയെയാണ് ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പൊ സിദ്ധാന്തപരമായി കേട്ടിട്ടുള്ള ആ അറിവിനെ കരചരണങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയാം, ആവാഹിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മൾ ഇപ്പം കർമ്മയോഗത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഭഗവാൻ അർജുനൻ ചോദിച്ചിട്ടുള്ള സംശയത്തിന് ഭഗവാൻ പറഞ്ഞു മറുപടിയായിട്ട് 2 വിദ്യകള് 2 പ്രകാരത്തിൽ ഞാൻ ഈ ജ്ഞാനത്തെ ഉപദേശിച്ചിട്ടുണ്ട്. അതിന് സാംഖ്യയോഗമെന്നും കർമ്മയോഗമെന്നും. സാംഖ്യന്മാർക്ക് ജ്ഞാനത്തെ സാംഖ്യാനാം ജ്ഞാനയോഗേന യോഗിനാം കർമ്മയോഗേന, ഇങ്ങനെ 2 നിഷ്ഠ എന്നാൽ മുൻപേ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ നിനക്ക് വീണ്ടും ഈ സത്യത്തെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത് കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയാം. കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം ന അശ്നുതേ. ബാഹ്യമായ കർമ്മ ഉപേക്ഷ കൊണ്ട് നൈഷ്കർമ്മ്യം, അതായത് ബ്രഹ്മനിഷ്ഠ, കർമ്മമില്ലാത്ത ആ ഒരു ഭാവത്തെ പ്രാപിക്കുക എന്നതും സാധ്യമല്ല. ബാഹ്യമായ സന്യാസം കൊണ്ടും സമാധി എന്ന അനുഭവത്തെ ഒരുവന് കൈവരിക്കാൻ സാധിക്കുന്നതല്ല എന്നും പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ കർമ്മമില്ലാത്ത ചലനമില്ലാത്ത ഒരു വേള പോലും ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല. ആയതിനാല് പ്രകൃതി ഗുണത്തിനനുസരിച്ച് അവശരായി ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ അനുനിമിഷം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിരിക്കെ ഒരുവൻ എന്നിൽ കർമ്മമില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ അജ്ഞാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് ഇത്തരം അജ്ഞാനത്തിന് ഹേതുവാവാതെ അർജുന, നീ ഒരു മിഥ്യാചാരനാകരുത് എന്ന് പറയാം. ആരാണ് മിഥ്യാചാരൻ? പറയണു, കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികൾ പറയും, അതായത് ഈ മിഥ്യാചാരന് കൊടുക്കുന്ന സ്വാമിജി കൊടുക്കുന്ന ഉദാഹരണം, ഈ സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ചു വെച്ചിട്ട് ഇവിടെ ആയുധമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് അത്ര. ഗംഭീരാണ് ഉദാഹരണം. സ്ഫോടക വസ്തുവാണ് ഒന്ന് തീപ്പൊരി കണ്ടാൽ മതി, അപ്പൊ ഇതിനെ മുഴുവൻ നാമാവിശേഷാക്കാൻ പോകുന്ന സാധനങ്ങളാണ്. പ്രത്യക്ഷ മാത്രയിൽ നോട്ടത്തിൽ യാതൊരു അപകടം പിടിച്ച സാധനങ്ങളൊന്നുമല്ല. ഇപ്പൊ കോടാലി പോലെയോ വെട്ടുന്ന വേറെ എന്തെങ്കിലും പോലെയോ ഈ വടിയോ ദണ്ടോ ഇത്യാദി ഒന്നുമല്ല. നോക്കുമ്പോൾ നല്ല ചപ്പാത്തി മാവ് പോലെയൊക്കെ ഉണ്ടാവും. ഈ RDX ഒക്കെ നല്ല അങ്ങനെയൊക്കെയാണ് അത്ര. സ്വാമിക്ക് അതിലധികം പരിചയമില്ല, പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഒരു ഉണ്ട ചപ്പാത്തി കുഴച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റെസിസ്റ്റൻസോ കണ്ടൻസറോ എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ച് ഒന്ന് ഒരസാനുള്ള ഒരു പാകം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റാണ്, പക്ഷെ ഉഗ്രശേഷിയുള്ളതാണ്. ഉഗ്രശേഷി. അതുപോലെ കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്താ മനസാ സ്മരന്. ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, പക്ഷെ ഉള്ളിൽ ആറ്റം ബോംബാണ് എന്ന് പറയാം. എപ്പോഴാ പൊട്ടുക എന്നറിയില്ല. അവിടെ എപ്പോഴും പൊട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. ഒരാൾ ബസ്സിൽ KSRTC ബസ്സിൽ ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത്
കണ്ടക്ടർ ചോദിച്ചത് എന്താണ്, ബോംബാണെന്ന്, സീറ്റിന്റെ അടിയിലേക്ക് വെക്കാൻ. ഉഗ്രശേഷിയുള്ളതാണെന്ന് പറയാം. അപ്പൊ ഉഗ്രശേഷിയുള്ളതാണ് ഈ ഇങ്ങനെയുള്ള ആളുകൾ. അവരെ ഭഗവാൻ പറയണു മിഥ്യാചാരൻ. അപ്പൊ നമ്മളൊന്നും അങ്ങനെ ആയിക്കൂടാന്ന് പറയാം. ഇതൊക്കെ നമ്മളെ അറിയാനുള്ളതാ. നോക്കണം, നമ്മൾ എന്തൊക്കെയാണ് ബാഹ്യമായിട്ട് ഉപേക്ഷിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ളത്, നമ്മൾ ഈ കുറുക്കന്റെ പേരിൽ ഒരു ആരോപണം ചാർത്താറുണ്ട്. കുറുക്കൻ കുറെ പ്രാവശ്യം മുന്തിരിങ്ങയ്ക്ക് ചാടിയിട്ട് കുറുക്കൻ അവസാനം പറഞ്ഞു എന്നാ, ഇത് എന്താണ്, ഇത് പുളിയുള്ളതാണ്. കുറുക്കൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കുറുക്കൻ ആകെ ചാടിയിട്ടുള്ളത് കോഴിക്ക് നേരെയാ. കുറുക്കൻ അത് കിട്ടിയിട്ടുമുണ്ട്. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉപേക്ഷയെക്കുറിച്ച് എന്താ പറയാ, അതൊക്കെ അജ്ഞാനത്തിൽ നിന്നാണ് എന്ന് ഭഗവാൻ പറയുന്നു. മാത്രമല്ല, ആരാണോ, ഇവിടെ 2 ശ്ലോകങ്ങളെ ചേർത്ത് വെച്ച് കാണേണ്ടതാണ്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാസ്മരന് ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ മിഥ്യാചാര സ ഉച്യതേ. മിഥ്യാചാരനെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു സദാചാരനെ കുറിച്ച് ഭഗവാൻ പറയുന്നു, നോക്കാം. യസ്വിന്ദ്രിയാണി മനസാ നിയമയാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സവിശിഷ്യതേ. യസ്വിന്ദ്രിയാണി മനസാ നിയമയാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സവിശിഷ്യതേ. സവിശിഷ്യതേ, അവൻ വിശേഷപ്പെട്ടവനാണ്. ആരാണവൻ? യഹാതു, യാതൊരുവനാണോ ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ മനസാ നിയമ്യ. ഭഗവാൻ പറയുന്നു, ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയമനം ചെയ്യുന്നത്. അടിവരയിടേണ്ട എന്താ പറയാ വരികളാണ് മനസാ നിയമ്യ എന്നുള്ളത്. ബാഹ്യമായിട്ടുള്ള നിയമനമല്ല. അപ്പൊ നമ്മളൊക്കെ കുട്ടികള് ചെറിയ പ്രായത്തില് കുട്ടികൾക്ക് വിരല് കുടിക്കുന്നൊരു ശീലമുണ്ട്. അപ്പൊ ഈ കുട്ടി വിരല് കുടിക്കുന്നതിൽ അമ്മമാർക്ക് വല്ലാത്തൊരു ഉത്കണ്ഠയാണ്. കാരണം ഈ കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്തും ഇങ്ങനെ ചെയ്യോ എന്നൊക്കെയാണ് അവരുടെ. കാരണം വെറുതെ അയ്യോ കുട്ടിക്കിപ്പോ 3 വയസ്സായല്ലോ, ഇനിയും നിർത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യുക, കുട്ടിയുടെ കൈ കെട്ടിയിട്ട് കട്ടിലിന്റെ കാലിനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട. അപ്പൊ ഇതിങ്ങനെ കിട്ടില്ല ഇതിന്. അപ്പൊ ഈ അമ്മയ്ക്കറിയില്ല തല അങ്ങോട്ട് കൊണ്ടുപോവാന്നുള്ളത്. രാവിലെ ആകുമ്പോ കുട്ടി തലയുണ്ടാവും, അങ്ങോട്ടുണ്ടാവും. അതവർക്കറിയില്ല. അപ്പൊ ഇങ്ങനെയൊരു ബാഹ്യമായ കെട്ടിയിടൽ കൈകളെയും കാലുകളെയും കണ്ണിനെയും ഒക്കെ, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാം. ബാഹ്യമായിട്ടുള്ള നിയമനമല്ല. അപ്പൊ നമ്മളൊക്കെ കുട്ടികള് ചെറിയ പ്രായത്തില് കുട്ടികൾക്ക് വിരല് കുടിക്കുന്നൊരു ശീലമുണ്ട്. അപ്പൊ ഈ കുട്ടി വിരല് കുടിക്കുന്നതിൽ അമ്മമാർക്ക് വല്ലാത്തൊരു ഉത്കണ്ഠയാണ്. കാരണം ഈ കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്തും ഇങ്ങനെ ചെയ്യോ എന്നൊക്കെയാണ് അവരുടെ. കാരണം വെറുതെ അയ്യോ കുട്ടിക്കിപ്പോ 3 വയസ്സായല്ലോ, ഇനിയും നിർത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യുക, കുട്ടിയുടെ കൈ കെട്ടിയിട്ട് കട്ടിലിന്റെ കാലിനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട. അപ്പൊ ഇതിങ്ങനെ കിട്ടില്ല ഇതിന്. അപ്പൊ ഈ അമ്മയ്ക്കറിയില്ല തല അങ്ങോട്ട് കൊണ്ടുപോവാന്നുള്ളത്. രാവിലെ ആകുമ്പോ കുട്ടി തലയുണ്ടാവും, അങ്ങോട്ടുണ്ടാവും. അതവർക്കറിയില്ല. അപ്പൊ ഇങ്ങനെയൊരു ബാഹ്യമായ കെട്ടിയിടൽ കൈകളെയും കാലുകളെയും കണ്ണിനെയും ഒക്കെ, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാം. ഇവിടെ പറയണു മനസാ നിയമ്യ, മനസ്സുകൊണ്ട് നിയമനം ചെയ്തിട്ട് അസക്തഃ, ആസക്തിയുള്ളവനാകാതെ സംഘമില്ലാത്തവനായിട്ട് വിഷയവിരക്തനായിട്ട് കർമ്മേന്ദ്രിയൈഹി, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ കർമ്മയോഗം എന്നാ പറയും. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാത്ത ചെയ്തികൾ. കർമ്മയോഗത്തെ ആരംഭിക്കുന്നത്, ചെയ്യുന്നത്. ഹേ അർജുന, അവൻ സ വിശിഷ്യതേ, അവൻ വിശേഷപ്പെട്ടവനാണ് എന്ന് പറയും. അപ്പൊ ഒരുവന്റെ ചെയ്തികൾ, ഇന്ദ്രിയങ്ങള്
കർമ്മഭൂമികയില് ഈ അവന്റെ പ്രവൃത്തി പദത്തിൽ വ്യാപരിക്കുന്നുവെങ്കിലും അവനിൽ ഒട്ടലില്ല. എന്തുകൊണ്ടെന്നാൽ മനസ്സുകൊണ്ട് അവൻ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്തു. ഈ ഒരു ശ്ലോകത്തെ, ഈ രണ്ട് ശ്ലോകത്തെ മനസ്സിലാക്കുന്നതിന് വളരെ വളരെ പ്രസിദ്ധമായ വേദാന്തത്തിലെ ഒരു കഥയുണ്ട്. അതുതന്നെയായിരിക്കും ഇതിലേറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥ. ഒരു ആശ്രമത്തില് ഒരു പെരിയ സ്വാമിയും ചിന്നസ്വാമിയും, വലിയ സ്വാമിയും ചെറിയ സ്വാമിയും കൂടെ യാത്ര പോവുകയായിരുന്നു. യാത്ര പോകുന്ന സമയത്ത് അവർക്ക് ഒരു നദി മുറിച്ച് കടക്കേണ്ടതുണ്ടായിരുന്നു. ഗംഗാനദിയായിരുന്നു. അപ്പൊ ഗംഗയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കൂടും. അപ്പൊ ആ ഗംഗാനദി മുറിച്ച് കടക്കാൻ ഒരു ഭയത്തോടുകൂടി നിൽക്കുന്ന ഒരു യുവതിയെ ആ നദിയുടെ കരയിൽ കണ്ട സമയത്ത് അവർക്ക് ഭയമുണ്ട് കുറച്ച്. അത് അങ്ങോട്ട് മുറിച്ച് കടക്കുമ്പോൾ വീണു പോവോ എന്നൊക്കെ ഉള്ളൊരു ഭയം. അപ്പൊ ആരെങ്കിലും കൂട്ടിന് വന്നാൽ അവരുടെ കൂടെ അങ്ങോട്ട് പോവാം എന്ന് കരുതി നിൽക്കുക. അപ്പോഴാണ് ഇവർ രണ്ടുപേരും വരുന്നത്. അപ്പൊ അതിലെ ചെറിയ ആൾ ചോദിച്ചു, എന്താ ഭയം ഉണ്ടോ എന്ന് ചോദിച്ചു. അതേ സ്വാമിജി എന്നൊക്കെ പറഞ്ഞ. അപ്പൊ ശരി, എന്നാ വരൂ, നടന്നോളൂ, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരങ്ങനെ കളിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടത്തി. അങ്ങനെ നടക്കുമ്പോൾ അവർ ഒരു ഉരുളൻ കല്ലിൽ ചവിട്ടി അവരങ്ങോട്ട് വീണ ഉടനെ ഇദ്ദേഹം അങ്ങോട്ട് എടുത്തു കരയിൽ വെച്ചു. നമസ്കാരവും പറഞ്ഞിട്ട് അവർ യാത്ര തുടർന്നു എന്നാണ്. അപ്പൊ യാത്ര തുടർന്ന സമയത്ത് ഈ വലിയ സ്വാമി ചെറിയ സ്വാമിയായിട്ടുള്ള സംസാരം മുഴുവൻ നിർത്തി എന്നാണ് കഥ പറയുന്നത്. അദ്ദേഹം വളരെ ഗൗരവത്തിൽ. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഇനി വല്ല തത്വത്തിലേക്ക് വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, പിന്നെ അധികമൊന്നും സംസാരമൊന്നും ഉണ്ടാവില്ല. എപ്പോഴാണ് സ്വാമിയുടെ മനസ്സ് മാറുന്നതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഓരോന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു, ഇനി ഒന്നും മിണ്ടണ്ട, എല്ലാം മതിയായി. എന്താ? ആശ്രമത്തിലെത്തി പതിവ് പോലെ പരിചരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്നാ പറഞ്ഞു. ഒന്നും വേണ്ട, എല്ലാം എനിക്ക് മതിയായിരുന്നു. അതെന്താ ഗുരു? കൈ പിടിക്കുക, പിന്നെ എടുക്കുക, എന്താ ഇതൊക്കെ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്നാ, ശരിയാണ്, ഞാൻ കൈ പിടിച്ചു, അവര് വീണു, ഞാൻ അവരെ എടുത്തു, പക്ഷെ ഞാൻ അവിടെ ഇറക്കി വെച്ചു ഗുരു. അങ്ങ് ഇപ്പോഴും തലയിലേറ്റി നടക്കുന്നുവല്ലോ. ഞാനവിടെ ഇറക്കി വെച്ചു എന്ന് പറയും. ഒരാളുടെ ഇന്ദ്രിയങ്ങൾ വ്യാപരിച്ചുവെങ്കിലും അതിലൊരല്പം പോലും ഒട്ടലില്ല എന്ന് പറയാം. പക്ഷെ ഒരാളുടെ ഇന്ദ്രിയങ്ങൾ ഒരല്പം പോലും വ്യാപരിച്ചിട്ടില്ല. പക്ഷെ ആ കർമ്മം മുഴുവൻ ചെയ്തത് ഇദ്ദേഹമാണ്. ആ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ചും ചിന്തിക്കുന്നതും ഇദ്ദേഹമാണ്. വളരെ സെൻ ബുദ്ധിസത്തിലെ കഥയാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയായത്. അപ്പൊ ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇതിന്റെ പിറകിൽ മനസ്സാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. ആരാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്തിരിക്കുന്നത്, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത മുനിയുടെ ലക്ഷണമൊക്കെ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട് ജീവൻ മുക്താനന്ദ ലഹരിയിൽ. കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. ഏതായാലും സ്വാമി പറയുന്നില്ല, അങ്ങനെ ഗംഭീരമാണ്. അപ്പം ആരാണ് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങൾക്ക് നിയമനം മനസ്സായിരിക്കണം, ബാഹ്യമായ യാതൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ആ കാണുന്ന സമയത്ത് കണ്ണടച്ചതുകൊണ്ട് കാര്യമില്ല, ആ കാണാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് സ്വാമിജി പറയുന്ന ഒരു ഇത്, വിശ്വസുന്ദരിയെ കാണുന്ന സമയത്ത് വിശ്വകരങ്ങളെയും കൂടെ കാണുക, അപ്പൊ വലിയ കുഴപ്പമുണ്ടാവില്ല. വിശ്വസുന്ദരിയെ കാണുമ്പോൾ ആ വിശ്വസുന്ദരിയെ രചിച്ച വിശ്വകരങ്ങളെയും കൂടെ കാണുമ്പം അതിന് ആ സൗന്ദര്യത്തിന് ഒരു പൂർണ്ണതയുണ്ടാവും. ഇപ്പൊ നോക്കുന്ന സമയത്ത് അത് എനിക്ക് സ്വന്തമാക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഈ സ്വന്തമാക്കണം എന്നത് വിഭജിക്കലാണ്, മുറിക്കലാണ്. അത് യുദ്ധത്തെ സൃഷ്ടിക്കുന്നു എന്ന് 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അഹമേഷാം മമ ഏതേ ഇതി ഭ്രാന്തിപ്രത്യയ നിമിത്ത ഹേതുഹു എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്, അല്ലേ? അതാണ് യുദ്ധത്തിന്റെ അടിസ്ഥാനം. വിഭജിക്കുന്നത് യുദ്ധമാണ്. എന്റേതെന്ന് പറയുമ്പം യുദ്ധമായി. അപ്പൊ അതിനെ എനിക്ക് സ്വന്തമാക്കണം എന്ന് പറയുമ്പോഴോ കുഴപ്പമായി. എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെയാണ്. നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയാൽ അവിടെ ഒരു പുതിയ ചെടി കണ്ടു,
അതിൽ നല്ല പൂ നിൽക്കുന്നത് കണ്ടു, ഉടനെ ഹായ് എന്ന് പറയും. ഈ ഹായ് പറിച്ചില്ല അറിയാം അവർക്ക് ഇതിന്റെ തയ്യോ അതിന്റെ വിത്തോ അതിന്റെ കൊമ്പോ എന്തെങ്കിലും ചോദിക്കുന്നു. അപ്പൊ തന്നെ അവർ പറയും ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊരു പ്രത്യേക രീതിയിലാണ്, ആവുമ്പോ തരാമെന്നും പറയും. ആവുമ്പോ നിങ്ങൾക്ക് തരാമെന്ന് പറയും. പിന്നെ നിങ്ങളുടെ ചോദ്യം ഇല്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ അതിന്റെ സൗന്ദര്യത്തെ നമ്മൾ അതിനെ കാണുന്ന സമയത്ത് അത് എവിടെയായാലും മതി, നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയാൽ മതിയല്ലോ. അത് സ്വന്തമാക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും. അത് ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട്. അപ്പൊ മനസ്സുകൊണ്ട് നിയമനം ചെയ്തിട്ടുള്ള പ്രവർത്തനം. ഈ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ ശ്രദ്ധിക്കുക. അതായത് സംഗതി വളരെ എളുപ്പമാണ്, എന്നാലോ വലിയ പാടുവാണെന്ന ബുദ്ധിമുട്ടുക. അപ്പൊ നിങ്ങളിപ്പോ കുറച്ച് ദിവസമായാലും ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ കയറി വരുമ്പോ ഇവിടെ എത്ര പടിയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? 2 സ്റ്റെയർ കേസ്. എത്രയുണ്ടെന്ന് അറിയോ? എണ്ണീട്ടുണ്ടോ ആരെങ്കിലും? ചിലപ്പോ ഇന്ന് ഇറങ്ങുമ്പോ എണ്ണുമായിരിക്കും. കാരണം നമ്മളത് അന്വേഷിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ദിവസവും സ്റ്റെപ്പ് കയറിയിട്ടാ വരുന്നത്. നിങ്ങൾ ലിഫ്റ്റിലാണെങ്കിലും ചിലരുണ്ടാവും അതിൽ. എന്നാലും നമ്മൾ കയറിയിട്ടാ വരുന്നത്, നമ്മൾ ഓർക്കാറില്ല. നിങ്ങൾ അഥവാ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരിക്കല് ഈ തേരട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരുപാട് കാലുകളുള്ള തേരട്ടയോട് വേറൊരു ജീവി ചോദിച്ചു, നിന്റെ ഇത്രയും കാലുകൾ എങ്ങനെയാണ് ഇങ്ങനെ അടുക്കായിട്ട് വെക്കുന്നത്? എങ്ങനെ ഈ പരിപാടി? അത്ഭുതമായിരിക്കുന്നല്ലോ. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊരു ഒരു 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 എന്താ പറയാ, ഒരു അല പോലെയാണെന്ന് പറയാം. അതെങ്ങനെ പോകുന്നത് കാണാം. നല്ല രസമാണ്. അതിന്റെ ഓരോ കാലും ഓരോന്നോരോന്ന് പൊങ്ങി 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 നിൽക്കുന്നത്. നേരത്തെ ആലോചിച്ചു, ശരിയാണല്ലോ, ഇതെങ്ങനെയാണ്? അത് അതുവരെ ആലോചിച്ചിട്ടില്ലായിരുന്നു. എത്രയോ കിലോമീറ്റർ അത് നടന്നിട്ടുണ്ട്. എന്നത് ആലോചിക്കാൻ തുടങ്ങി അന്ന് അതിനൊരു അടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു തേരട്ടയെ സംബന്ധിച്ച് അങ്ങനെ ആലോചിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പറയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. നമ്മൾ അതിന്റെ കണക്കെടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് മുൻപിലേക്ക് ഗതി ഉണ്ടാവില്ല എന്ന് പറയാം. നമുക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്നത് മുഴുവൻ ഇതാണ്, ഈ കർമ്മത്തിൽ. നമ്മുടെ ഈ ഒരു സംഘമുണ്ട്. നമുക്ക് അനായാസേന കയറി വരാനും ഇവിടെ ഇരിക്കാനും, ഇവിടുന്ന് പോകുന്ന സമയത്ത് ആ ഗേറ്റിന് എത്ര വരിയുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്ര ബസ് അങ്ങോട്ട് പോയി എന്നോ ഇങ്ങോട്ട് പോയി എന്നോ നമ്മൾ കയറിയ ബസ്സിൽ എത്ര സീറ്റ് ഉണ്ടെന്നോ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല, നോക്കാറില്ല, ഒന്നും എണ്ണാറില്ല. എന്നാൽ അതേ സമയത്ത് ഈ കരയോഗത്തിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ദിവസം എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. അത് ആരെയിലാ കൊടുത്തതെന്ന് ഓർമ്മയുണ്ടാവും. അപ്പൊ അയാൾ കണ്ടിട്ട് ചിരിക്കുന്നു പോലുമില്ല. അപ്പം നല്ല ലോഗ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. കാരണം അതിന് നമുക്ക് സംഘം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഒരു സംഘവും ഇല്ല. അപ്പൊ ഈ ഒരു പടി കയറി വരുന്നത് പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങള്, എന്നാൽ പടി കയറുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ട്, തോന്നിയതുപോലെയല്ലല്ലോ കയറുന്നത്. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതൊന്ന് ഭാവന ചെയ്തു നോക്കൂ. റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടതിൽ മുഴുവൻ സംഘം വെക്കാറുണ്ടോ? ചിലതിലൊക്കെ വെക്കും. അത് കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു എന്നൊക്കെ ആലോചിക്കുക. അപ്പം ദുഃഖമുണ്ടാവും. ഇപ്പൊ ഒരു കടപ്പുറത്ത് പോയിരുന്നു സൂര്യാസ്തമയം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഘമുണ്ടോ? ആ സൂര്യനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. അത് സാധിച്ചു. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ സൂര്യോദയം നഷ്ടപ്പെട്ടു, സൂര്യാസ്തമയവും നഷ്ടപ്പെട്ടു. നിസ്സംഗത ഉണ്ടാവുന്ന സമയത്താണ് സൗന്ദര്യവും എല്ലാം സന്തോഷവും ആനന്ദവും ഒക്കെ കടന്നു വരുന്നത്. അതാണ് പഠിപ്പിക്കേണ്ടത്. അതിനെയാണ് ഇന്നലെ പറഞ്ഞത്, ഇന്ദ്രിയങ്ങളെ സത്യം അനുഭവിക്കാൻ നാം പരിശീലിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ പരിശീലനം മുഴുവൻ എതിർദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉപനിഷത്തിന്റെ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഈ രീതി ഉണ്ടല്ലോ, പഠന രീതി തന്നെ വേറെയാണ്, ഒരു പ്രത്യേക രീതിയാണത്. ഇതുവരെ നാം സ്വീകരിച്ചു പോകുന്നതല്ല. ഇതുവരെ സ്വീകരിച്ചു പോകുന്നത് മറ്റുള്ളവനെ കാണിച്ചു കൊടുത്തിട്ട് പറയാം, എടാ അവന് 75 മാർക്ക്, നീയൊക്കെ എന്തിനു കൊള്ളും, അവൻ്റെത് കുറെ അല്ലേ എന്നൊക്കെ പറയും. അപ്പൊ അവന് 75 ഉണ്ടെങ്കിൽ നീ ഒരു 80 മേടിക്കണം, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പൊ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുന്ന കല ഓർക്കുക ഇതാണ്.
ഇങ്ങനെ നമ്മൾ അനേക കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമായിരിക്കും. സ്വാമി ഒന്നുകൂടെ തെളിച്ചാക്കി തരാം, ഒന്നുകൂടെ വ്യക്തമാക്കൂ, ആക്കിത്തരാം. നിങ്ങളുടെ അനുഭവങ്ങൾ സ്വാമി പറയും. നിങ്ങൾക്ക് നിസ്സംഗമായി കർമ്മം ചെയ്തിട്ട് സന്തോഷം കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ സ്വാമി പറഞ്ഞുതരാം. പണ്ടൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അത് സ്വാമിയുടെയൊക്കെ കുട്ടിക്കാലത്ത് അടുത്ത വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ ആളുകളൊക്കെ അവിടെ പോയി സഹായിക്കും. നാളികേരം ചെരവലും അല്ലെങ്കിൽ ഇല തുടച്ചു വെക്കലും, ഇങ്ങനെ ആ വീട്ടിലേക്ക് വേണ്ട പല സഹായങ്ങളും കത്ത് കൊടുക്കാൻ കൂടെ പോവുക. ഇല്ലേ? ഓരോ ദിവസവും കഴിഞ്ഞാൽ കൂലി ചോദിക്കാറുണ്ടോ? അവരൊരു ചായ പോലും തരുമ്പോൾ നമുക്കൊരു വിഷമമായ ഇതൊന്നും വേണ്ടായിരുന്നു, അല്ലേ? ഒരു അടുത്ത വീട്ടിലെ കുട്ടിക്ക് അസുഖം വന്നിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി നമ്മൾ ആശുപത്രിയിൽ കൊണ്ടാക്കി തിരിച്ചു വന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ഗൃഹനാഥൻ വന്നിട്ട് ഒരു 100 രൂപ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്ത ആ കർമ്മത്തിന് നിങ്ങൾക്ക് കൂലി തന്നാൽ നമ്മുടെ മനസ്സിന് എത്രത്തോളം വേദനയുണ്ടാവും, ഇല്ലേ? എവിടെയെങ്കിലും സന്തോഷത്തിന് വക നൽകിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിസ്സംഗമായി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരമ്മയ്ക്ക് പോലും മക്കളോട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? എടാ, നിങ്ങളെയൊക്കെ ഞാൻ എത്ര ഉറക്കമൊഴിഞ്ഞ്, എത്ര ഇങ്ങനെയൊക്കെ ഞാൻ വളർത്തി. അതിൽ ത്യാഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റുന്നത്. അതിൽ സംഘമില്ലായിരുന്നു. മറ്റു പല സംഘങ്ങളും അറിയാതെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. എന്നാലും ഇരിക്കട്ടെ, ഇവിടെയുണ്ട് സംഘമൊക്കെ ഉണ്ട്, മറ്റു പല വിധത്തിലുള്ള സംഘങ്ങളൊക്കെ ഉണ്ട്. അത് ആഴങ്ങളിലേക്ക് പോയാലേ അതിനെ പിടികിട്ടുള്ളൂ. ഏതായാലും പ്രത്യക്ഷമായിട്ട് ഒരൊറ്റ നോട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ റോട്ടിൽ വീണു, അയാളെ നമ്മൾ എഴുന്നേൽപ്പിച്ചു, ഒരു സൈഡിൽ ഇരുത്തി, വെള്ളമൊക്കെ കൊടുത്തു, അയാളൊന്ന് സ്റ്റഡിയായി, ബസ്സിന് പോവാൻ പാകത്തിലായപ്പം അയാൾ ഒരു 50 രൂപ വെച്ചോ മോനെ എന്ന് പറഞ്ഞ, അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താണ്? നിഷ്കാമമായ കർമ്മത്തിന്റെ ഫലം നാം അനുഭവിച്ചിട്ടുണ്ട്. ആ സന്തോഷം നാം നുകർന്നവരാണ്. അത് ഇങ്ങനെ ചെറിയ ചെറിയ ചിന്ന കാര്യങ്ങളിലൊക്കെയാണ്. എല്ലാ കർമ്മങ്ങളിലും അതായി കഴിഞ്ഞാലേ, അതുകൊണ്ട് കർമ്മയോഗത്തിൽ നാം കൈവരിക്കുന്ന ആനന്ദം, ഉപനിഷത്തും ഭഗവത്ഗീതയും ഒക്കെ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് സുഷുപ്തി സമാനമായ ശാന്തി. നിദ്രയില്, പൂർണ്ണ നിദ്രയില് ഏതൊരു ആനന്ദത്തെയാണോ നാം അനുഭവിക്കുന്നത്, അതേ ആനന്ദത്തോടുകൂടി ഞാൻ എന്റെ ജാഗ്രത അവസ്ഥയിൽ കർമ്മം ചെയ്തു പോയിക്കൊണ്ടിരിക്കുക. അതാര് കൈവരിക്കുന്നുവോ അവനാണ് കർമ്മയോഗി. ഒരിക്കൽ കൂടി പറയട്ടെ, സുഷുപ്തി എന്ന് പറഞ്ഞാൽ അറിയാലോ, നിദ്ര. നിദ്രയിൽ നമുക്ക് വല്ല വിഷമമുണ്ടോ? ചിലപ്പോൾ സങ്കടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ഉറങ്ങിയത്, എന്നാലും ഉറങ്ങുമ്പോൾ ഇങ്ങനെ സങ്കടം ഉണ്ടാവുമോ? ഇല്ല. ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഓരോരുത്തർ ഉറങ്ങുന്ന ഓരോ വിധത്തിലാണ്. ചിലർ ഉറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ശബ്ദം ഉണ്ടാവും. എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇത് മുഴുവൻ അങ്ങോട്ട് പോകും. പിന്നെ ഹോ എന്ന് പറഞ്ഞിട്ട് ചില പ്രത്യേക രാഗങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുണ്ട്. ചിലത് ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാം രാത്രി ചില സമയത്ത്. പിന്നെ നമ്മൾ വിചാരിക്കും കഴിഞ്ഞ ഈശ്വര ഇദ്ദേഹം. പിന്നെ കാണാം പെട്ടെന്ന് നമ്മൾ സാക്ഷിയാവേണ്ടി വരുന്നു വിചാരിക്കും. ചില സമയത്ത് ഒന്നുമില്ല, പെട്ടെന്ന് അത് എന്തൊക്കെയോ സംഭവിക്കുന്നതാ. പക്ഷെ അദ്ദേഹം ഒന്നും അറിയുന്നില്ല. നിദ്രയിൽ ഈ പറഞ്ഞ സംഗതിക്ക് ഒരു കർമ്മഫലമൊന്നുമില്ല. ചിലപ്പം ഭാര്യയെ ഒരു തൊഴിൽ കഴിക്കുന്നുണ്ടാവും. ജാഗ്രത അവസ്ഥയിൽ ചെയ്ത കാര്യം വേറെയായിരിക്കും. അവര് സഹിക്കുന്നതും നിദ്രയിലായതുകൊണ്ട് മാത്രം. നിദ്രയിൽ കർമ്മഫലമില്ല എന്നാണ്, സംഘമില്ല അതിൽ. അപ്പൊ സുഷുപ്തി സമാനമായ ശാന്തി ജാഗ്രത അവസ്ഥയിൽ കർമ്മം ചെയ്തുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. നല്ല രസമാണ്.
സ്വാമി കിട്ടും, അങ്ങനെ കിട്ടും. എന്തു വേണം? ഈ ഒട്ടൽ, ഈ അല്പം ത്യജിക്കൂ എന്നാണ് പറയുന്നത്. ഈ അല്പമായിട്ടുള്ളതുണ്ടല്ലോ ത്യജിക്കൂ. പിന്നെയോ പൂർണ്ണം വരിക്കൂ, പൂർണ്ണതയെ വരിക്കൂ. പൂർണ്ണതയെ വരിക്കാൻ ഞാൻ എന്തു വേണം? അല്പത്തെ ഞാൻ വിട്ടേ മതിയാവും. ഈ അല്പനായി ഇരുന്നിട്ട് എന്ത് കാര്യം? പൂർണ്ണനായിട്ടിരിക്കൂ. അതെങ്ങനെ വിടണം? എങ്ങനെ പോകണം? വൈരാഗ്യം എന്നാ പറയാ. വൈരാഗ്യത്തെക്കുറിച്ച് സ്വാമിജി നല്ലൊരു കഥ പറയാറുണ്ട്. ഈ കഥകളെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കണേ, അപ്പൊ സംഗതികൾ പിടികിട്ടും. അതായത് ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്ന ആ പ്രക്രിയയാണ് വൈരാഗ്യം എന്ന് പറയാം. അതിന് സ്വാമിജി പറയുന്ന ഒരു കഥ. ഫ്ലാറ്റില്, ബോംബെയില് ഫ്ലാറ്റ് അടുത്തടുത്ത് താമസിക്കുന്നവരാണല്ലോ. അതിലെ കുട്ടികൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ കുട്ടികൾ രണ്ടുപേര് നല്ല വലിയ സുഹൃത്തുക്കളാണ്. സ്കൂള് വിട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും വലിയ കൂട്ടാണ്. അതിൽ ഒരുവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം, അവന്റെ കളി ഗോലി കളിയാണ്. ഗോലി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗോലി കളി. അങ്ങനെ ഇവന്റെ അച്ഛന് സ്ഥലം മാറ്റം വന്നു കൽക്കട്ടയ്ക്ക്. അപ്പോൾ കുട്ടികൾ അവരും ഒക്കെ അങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം പറഞ്ഞു, ഈ കുട്ടി അവനെ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ, അയ്യോ ഇനി ആരാ എനിക്ക് ഉണ്ടാവുക എന്നൊക്കെ. അപ്പൊ ഇവന് ഞാൻ എന്താ കൊടുക്കുക? അവനാണെങ്കിൽ ഗോലി എന്ന് പറഞ്ഞ വലിയ ഇഷ്ടം. അപ്പൊ ഇവന്റെ അടുത്തുള്ള ഇവൻ ശേഖരിച്ചു വെച്ച ഗോലിയും പിന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ കുറച്ച് ഗോലിയൊക്കെ എനിക്ക് പുതിയ ഗോലി വേണം, രാജുവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അവന്റെ ഗോലിയും കൂടെ, ഒരു കിഴി ഗോലി രാജുവിന് കൊടുത്തു. അവന് വലിയ സന്തോഷമായി, കെട്ടിപ്പിടിച്ചു. അവൻ അവിടെ വെച്ച് പറഞ്ഞു, എന്തായാലും നമ്മൾ വലുതായി കഴിഞ്ഞാലും നമ്മൾ കാണണം, എഴുത്തയക്കണം എന്നൊക്കെ പറഞ്ഞു. അവരങ്ങനെ പിരിഞ്ഞു. അവരെഴുത്തുകുത്തുകളൊക്കെ നിരന്തരം നടത്താറുണ്ട്. അങ്ങനെ ഇരിക്കെ വലുതായി രാജുവിന്റെ കല്യാണം വന്നു. ഗുരുവായൂർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. എന്തായാലും പോണെന്നായി. അപ്പൊ ഇവനെ ഓർത്തു, രാജുവിന് ഞാൻ നല്ല സമ്മാനം കൊടുക്കണം. എന്താ കൊടുക്കുക? അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും? ഗോലി. ഇവൻ ഒരു കിഴി ഗോലി മേടിച്ചു, ഒരു 100 ഗോലി കൊടുത്തു. ആ ഒരു 29 വയസ്സായ രാജു ഈ ഗോലി കിട്ടിയാൽ ഈ ഗോലിയോട് രാജുവിന് തോന്നുന്ന വികാരത്തെയാണ് വൈരാഗ്യം എന്ന് പറയുക. അവൻ അതിനെ അതിവർത്തിച്ചു കഴിഞ്ഞു. അവനതിനോട് വെറുപ്പൊന്നുമില്ല. അവനത് നോക്കി ചിരിക്കും. തന്റെ കഴിഞ്ഞ കാലങ്ങളിൽ, കുട്ടിക്കാലത്ത് എങ്ങനെയാണ് താൻ ഇത് കൈകാര്യം ചെയ്തിരുന്നത്? ഇങ്ങനെ വേണം ഇന്ദ്രിയങ്ങൾ അതിവർത്തിക്കാൻ. ഗോലി കാണുമ്പോഴേക്കും ദേഷ്യം വരരുത്. അത് ഞാൻ കടന്നുപോയി, ഞാനിപ്പോ അതിന്റെ മുകളില്ല. മനസ്സുകൊണ്ട് എങ്ങനെയാ? മനസ്സാ നിയമ്യ. മനസ്സുകൊണ്ട് ഞാൻ അതിനെ നിയമനം ചെയ്തിരിക്കുന്നു. എങ്കിൽ ഞാൻ ആരാണ്? വിശിഷ്യ. ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്ന ആ പ്രക്രിയയാണ് വൈരാഗ്യം എന്ന് പറയാം. അതിന് സ്വാമിജി പറയുന്ന ഒരു കഥ. ഫ്ലാറ്റില്, ബോംബെയില് ഫ്ലാറ്റ് അടുത്തടുത്ത് താമസിക്കുന്നവരാണല്ലോ. അതിലെ കുട്ടികൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ കുട്ടികൾ രണ്ടുപേര് നല്ല വലിയ സുഹൃത്തുക്കളാണ്. സ്കൂള് വിട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും വലിയ കൂട്ടാണ്. അതിൽ ഒരുവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം, അവന്റെ കളി ഗോലി കളിയാണ്. ഗോലി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗോലി കളി. അങ്ങനെ ഇവന്റെ അച്ഛന് സ്ഥലം മാറ്റം വന്നു കൽക്കട്ടയ്ക്ക്. അപ്പോൾ കുട്ടികൾ അവരും ഒക്കെ അങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം പറഞ്ഞു, ഈ കുട്ടി അവനെ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ, അയ്യോ ഇനി ആരാ എനിക്ക് ഉണ്ടാവുക എന്നൊക്കെ. അപ്പൊ ഇവന് ഞാൻ എന്താ കൊടുക്കുക? അവനാണെങ്കിൽ ഗോലി എന്ന് പറഞ്ഞ വലിയ ഇഷ്ടം. അപ്പൊ ഇവന്റെ അടുത്തുള്ള ഇവൻ ശേഖരിച്ചു വെച്ച ഗോലിയും പിന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ കുറച്ച് ഗോലിയൊക്കെ എനിക്ക് പുതിയ ഗോലി വേണം, രാജുവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അവന്റെ ഗോലിയും കൂടെ,
ഒരു കിഴി ഗോലി രാജുവിന് കൊടുത്തു. അവന് വലിയ സന്തോഷമായി, കെട്ടിപ്പിടിച്ചു. അവരവിടെ വെച്ച് പറഞ്ഞു, എന്തായാലും നമ്മൾ വലുതായി കഴിഞ്ഞാലും നമ്മൾ കാണണം, എഴുത്തയക്കണം എന്നൊക്കെ പറഞ്ഞു. അവരങ്ങനെ പിരിഞ്ഞു. അവരെഴുത്ത് കുത്തുകളൊക്കെ നിരന്തരം നടത്താറുണ്ട്. അങ്ങനെ ഇരിക്കെ രാജു വലുതായി. രാജുവിന്റെ കല്യാണം വന്നു. ഗുരുവായൂർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. എന്തായാലും പോണെന്നായി. അവ ഇവനെ ഓർത്തു, രാജുവിന് ഞാൻ നല്ല സമ്മാനം കൊടുക്കണം. എന്താ കൊടുക്കുക? അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും? ഗോലി. ഇവൻ ഒരു കിഴി ഗോലി മേടിച്ചു. ഒരു 10-100 ഗോലി കൊടുത്തു. ആ ഒരു 29 വയസ്സായ രാജു ഈ ഗോലി കിട്ടിയാൽ ഈ ഗോലിയോട് രാജുവിന് തോന്നുന്ന വികാരത്തെയാണ് വൈരാഗ്യം എന്ന് പറയുക. അവൻ അതിനെ അതിവർത്തിച്ചു കഴിഞ്ഞു. അവനതിനോട് വെറുപ്പൊന്നുമില്ല. അവനത് നോക്കി ചിരിക്കും. തന്റെ കഴിഞ്ഞ കാലങ്ങളിൽ, കുട്ടിക്കാലത്ത് എങ്ങനെയാണ് താൻ ഇത് കൈകാര്യം ചെയ്തിരുന്നത്, ഇങ്ങനെ വേണം ഇന്ദ്രിയങ്ങൾ അതിവർത്തിക്കാൻ. ഗോലി കാണുമ്പോഴേക്കും ദേഷ്യം വരരുത്. അത് ഞാൻ കടന്നുപോയി, ഞാനിപ്പോ അതിന്റെ മുകളില. മനസ്സുകൊണ്ട് എങ്ങനെയാ? മനസ്സാ നിയമ്യ. മനസ്സുകൊണ്ട് ഞാൻ അതിനെ നിയമനം ചെയ്തിരിക്കുന്നു. എങ്കിൽ ഞാൻ ആരാണ്? വിശിഷ്യ, കേൾക്കാനും വിചാരം ചെയ്യാനും ശ്രമിക്കേണ്ടത് എന്ന് പറയാം. തുടർന്ന് നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യ കർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധേത കർമ്മണഃ. നിയതം കുരു കർമ്മ ത്വം കർമ്മജ്യായഃ ഹി അകർമ്മണഃ ശരീരയാത്ര അപി ച തേ ന പ്രസിദ്ധേത് അകർമ്മണഃ. ഹി, അതുകൊണ്ട് എന്തെന്നാൽ ത്വം അർജുന, നീ നിയതം കർമ്മ കുരു. നമ്മളോട് പറയുക, നമുക്കൊക്കെ എന്താണോ വന്നു ചേർന്നിട്ടുള്ളത്, നിയതം കർമ്മ. ഏതൊരു ചുറ്റുപാടിലാണ് ഞാൻ ജനിച്ചത്, സാഹചര്യങ്ങള് ഏതൊരു ചുറ്റുപാടിലേക്കാണ് എന്നെ നയിച്ചത്, ഏതൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്നത്, എന്റെ മുൻപിലുള്ള കർമ്മങ്ങൾ എന്താണ്, ഇതാണ് നിയതം കർമ്മ. മറ്റവന്റെ കർമ്മമല്ല, അടുത്തിരിക്കുന്നവന്റെ കർമ്മമല്ല. പക്ഷെ നമ്മുടെ നോട്ടം മുഴുവൻ അതില്ല. ഇതിനൊരു ആചാര്യൻ പറയാറുള്ളത്, ഈ ബസ്സിലെ കിളുക്കി ഡ്രൈവറുടെ കാര്യത്തിലാ ശ്രദ്ധ എന്നാ. ഡ്രൈവർ പണിയിൽ അവന്റെ ജോലിയുണ്ട്, അതിൽ അവന് ശ്രദ്ധയില്ല. അതിനേക്കാൾ അവന് ഡ്രൈവ് ചെയ്യുന്നതിലാ ശ്രദ്ധ. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, ത്വം നിയതം കർമ്മ കുരു. നിന്നിൽ നിയതമായിട്ടുള്ള, വിധിക്കപ്പെട്ട, വന്നു ചേർന്നിട്ടുള്ള കർമ്മത്തെ ചെയ്യുക. നമ്മളോടും പറയണം. ഒരമ്മ എന്ന നിലയ്ക്ക്, ഒരു മകൾ എന്ന നിലയ്ക്ക്, വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, സമൂഹത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഭർത്താവ് നിലയിൽ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ, കർമ്മങ്ങൾ, ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നമുക്കുണ്ട് എന്ന് പറയാം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുമ്പം നമ്മളത് ചെയ്യേണ്ടവരാണ് എന്ന് പറയാം. നിയതം കർമ്മ കുരു അകർമ്മണഃ. കർമ്മം ചെയ്യാതിരിക്കൽ. കർമ്മജ്യായ. എന്താണ് അകർമ്മണഃ? കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മ ജ്യായ. കർമ്മം എന്താണ്? ശ്രേഷ്ഠമാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അർജുന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിനക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. അതുകൊണ്ട് തെറ്റുകളുള്ളിടത്ത് അതിനെ ശരിയാക്കാം എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യാതിരിക്കുന്നിടത്ത് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കണക്കിനത് നല്ലതാണ്. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ ഏതു നേരവും അടിയാ ഉണ്ടല്ലോ, അടിയുണ്ടല്ലോ, ഇനി സമാധാനം ഉണ്ടാവും. വാർ ആൻഡ് പീസ് എന്ന് പറയാം. രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, യുദ്ധവും സമാധാനവും. അതുകൊണ്ട് എന്തെങ്കിലും നടക്കട്ടെ. ഒന്നുമില്ല,
നീ എന്തെങ്കിലും ചെയ്യും. പറയുന്നു, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്യായ, ശ്രേഷ്ഠമാണ് എന്ത്? കർമ്മ. കർമ്മ. ഒരമ്മയ്ക്കൊരു മകനുണ്ടായിരുന്നു. അവൻ അലസൻ എന്ന് പറഞ്ഞാൽ ആലസ്യത്തിന്റെ മൂർത്തി. ഒരു പണി ചെയ്യില്ല. അങ്ങനെ ഈ അമ്മയുടെ ജ്യേഷ്ഠനുണ്ട്, അമ്മാവൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പം. കഥകളി വിദ്വാനാണ്. ഈ കഥകളി വിദ്വാനെ കേട്ടിട്ടുണ്ടെന്നല്ല, ഈ തമാശ. അപ്പൊ ഈ അമ്മാവന് ഈ അമ്മ പറഞ്ഞു, നോക്കൂ, നിന്റെ മരുമകനല്ലേ എത്രയായാലും ഇവൻ, ഒന്ന് എങ്ങനെയെങ്കിലും ഇവനെ നന്നാക്കൂ. ഇവൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു, എന്താ ഇപ്പൊ ചെയ്യാ ഞാൻ ഇവനെ കൊണ്ട്? അങ്ങനെ ഇരിക്കെ അമ്മാവൻ ഇവനെ കൊണ്ടുപോയി. കഥകളിയിൽ അവരുടെ വസ്ത്രം ഉണക്കാനും കുറെ പണികളൊക്കെ ഉണ്ടല്ലോ, ശരിയാവും എന്ന് വിചാരിച്ചു. അങ്ങനെ എവിടെയോ അമ്മാവന്റെ ഈ കഥകളി നടക്കുന്നിടത്ത് കൊണ്ടുപോയി പറഞ്ഞതെല്ലാം തലകുത്തനെയാ ചെയ്യാം. ഒന്നും കേൾക്കില്ല. ഇങ്ങനെയായപ്പം അദ്ദേഹത്തിന് അങ്ങോട്ട് എന്താ പറയാ, അങ്ങോട്ട് മടുത്തു. ഒരടി അങ്ങോട്ട് കൊടുത്തു. എവിടെ? പുറത്ത്. എന്നാലെങ്കിലും അങ്ങോട്ട് ശരിയാവട്ടെ എന്ന് വിചാരിച്ചു. ക്ഷമയ്ക്കില്ല ഒരു കണക്ക് എന്ന് വിചാരിച്ചിട്ട് അടി കൊടുത്തു. പിന്നെ അമ്മാവൻ കാലെടുത്ത് ചവിട്ടാൻ നോക്കുമ്പോ പറയാ, അമ്മാവാ, അടിച്ചെടുത്ത് തളിക്കാതെ ചവിട്ടല്ല അമ്മാവാന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തോന്നട്ടെ, അങ്ങനെ തോന്നട്ടെ. അടിച്ചെടുത്ത് തളിക്കണം എന്നുള്ളത് എന്തോ ചിലത് തോന്നിയിട്ടുണ്ട്, ഇനി ഇവൻ ശരിയാവും എന്ന് പറയാം. അത് ഏതടിയാണ് ഏത് തളിക്കലാണെന്നുള്ളത് പോട്ടെ, എന്തോ ചിലത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിരുദ്ധമായിട്ടുള്ളതായിരിക്കാം, ഒരു ബന്ധവുമില്ലാത്തതായിരിക്കാം, പക്ഷെ അവിടെ ചലനമുണ്ട്. അതിനെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭഗവാൻ പറയുന്നു കർമ്മ ജ്യായ, ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അകർമ്മണഃ, കർമ്മം ചെയ്യാത്തവനായിട്ടുള്ള ഒരുവന് തേ, അങ്ങനെയുള്ള നിനക്ക് ശരീരയാത്ര അപിച്ച ന പ്രസിദ്ധേത്, ശരീരത്തിന്റെ രക്ഷണത്തിനായിട്ടുള്ള കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കില്ലല്ലോ അർജുന. അതും ശരിയാണല്ലോ. ശരീരത്തിനൊരു ധർമ്മമുണ്ടല്ലോ, ആ ധർമ്മം കൊണ്ട് അതിന്റെ ധർമ്മം പൂർത്തീകരിക്കേണ്ടതിനായിക്കൊണ്ട് നീ കർമ്മം ചെയ്യേണ്ടവനാണ്. ഒരിക്കൽ ഇതുപോലെ ഒരാള് അങ്ങനെ ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാലിന് കാലില്ലാത്ത ഒരു കുറുക്കൻ, ഒരു കാല് പാടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ കുറുക്കൻ അങ്ങനെ നടന്നു പോണു. അപ്പൊ ഇദ്ദേഹം ആലോചിച്ചു, പാവം ഈ കുറുക്കനെ എങ്ങനെ ഭക്ഷണം കഴിക്കും, എര പിടിക്കും, അതിന് വയ്യല്ലോ, ഏച്ചു വലിച്ച് ഇങ്ങനെ നടക്കണു. ഭഗവാൻ എങ്ങനെയാ അതിനെ അനുഗ്രഹിക്കാൻ പോണത് എന്നൊക്കെ അറിയാനായിട്ട് ഇദ്ദേഹം അങ്ങനെ ഇരുന്നു. എന്നാ ഒന്ന് കാണട്ടെ എന്ന മട്ടില്. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരു സിംഹം ഒരു മാനിനെ പിടിച്ചു വലിച്ച് എവിടുന്നോ കൊണ്ടുവന്നിട്ട് അത് കഴിച്ച് അതിന്റെ ബാക്കിയുള്ള എല്ലും കോലും ഒക്കെ കുറച്ച് ഇതുണ്ടല്ലോ, അതവിടെ അതിന്റെ പ്രധാന ഭാഗം സിംഹഭാഗം സിംഹം കഴിച്ചിട്ട് പോയി. ബാക്കിയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവൻ കഴിച്ചു. അപ്പൊ ഇയാൾക്ക് അത്ഭുതം തോന്നി, ഓ ഈശ്വരന്റെ ഒരു കാരുണ്യം. കാരണം അവന് ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ഇയാൾ വിചാരിച്ചു, എന്നാ ശരി, എന്നാ ഇനിയിപ്പൊ ഞാനും ഒന്നും ചെയ്യുന്നില്ല, നോക്കാം. അങ്ങനെ അദ്ദേഹം അങ്ങനെ കിടന്നു. ആരും ഒന്നും കൊണ്ടു കൊടുക്കുന്നില്ല. അവസാനം വേഷന്ന് തല കറങ്ങാൻ തുടങ്ങി. തീരെ വയ്യാതായപ്പം ഭഗവാനോട് വിളിക്കാൻ തുടങ്ങി, ഭഗവാനെ എന്തെങ്കിലും തരുമെന്ന്. അങ്ങ് കാലില്ലാത്ത കുറുക്കനൊക്കെ ഓരോന്ന് കൊടുത്തില്ലേ. അപ്പം ഭഗവാൻ പറഞ്ഞ, എടോ നീ കുറുക്കനെയല്ല മാതൃകയാക്കട്ടെ, നീ സിംഹത്തിന് മാതൃകയാക്ക. നിനക്ക് മാതൃക സിംഹമാണ് എന്ന് പറയാം, നീ കുറുക്കനെ മാതൃകയാക്കുക. അപ്പൊ നിനക്ക് സാധ്യതയുണ്ട്, നീ പോയി ചെയ്യേണ്ടതാണ്. മാത്രമല്ല നീ പറ്റാത്തവർക്ക് സാധിക്കാത്തവർക്ക് നീ കൊടുക്കേണ്ടവനും കൂടെയാണ്. സിംഹത്തിന് അങ്ങനെയും കൂടെ ഒരു കാഴ്ചയിൽ അതും കൂടെ നീ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ശരീരത്തിന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഇത് അതുപോലും ചെയ്യാത്തവരുണ്ട്.
ചിലരൊക്കെ ഒരു ജോലിക്ക് പോവില്ല. എന്തൊരു കഷ്ടമാണ്. കേരളത്തിലൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. നമ്മളെ കണ്ടിട്ട് ചിലർക്ക് അത്ഭുത, ഒരു പണിയും ചെയ്യാതെ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ പണിയെടുക്കുന്നതിന്റെ അറിയില്ല നിങ്ങൾക്ക് എത്ര ജോലി ചെയ്യുന്നു. ഒരു ദിവസം ഒഴിവില്ല നമുക്ക്. ഒരു ദിവസം കിട്ടിയാൽ നമുക്ക് ഒരു വലിയൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. ഒരാനയെ കുളിപ്പിക്കുന്നത് കാണാൻ ഒരു 40-50 ആളുണ്ടാവും. രാവിലെ മുതൽ അങ്ങനെ ഇരുന്ന് കാണും. ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ ഒരു 550 ആളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വെറുതെ അങ്ങനെ ഇരിക്കും, വെറുതെ ഇരിക്കുക. വൈകുന്നേരങ്ങളിലൊക്കെ മതിലിന്റെ മുകളിൽ അങ്ങനെ ഇരുന്നിട്ട് എത്ര ആൾ ഇങ്ങോട്ട് പോയി, എത്ര ആൾ അങ്ങോട്ട് പോയി, അല്ലേ? എന്നിട്ട് ഇങ്ങനെ പറയാ, എടാ എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് വേണം ഒരാഴ്ച അവധിയെടുക്കാൻ, അല്ലേ? അതെ, ഒന്നും ചെയ്യാൻ. പിന്നെ ഈ അമ്മമാരുണ്ട്, മോനെ നീ അത് ചെയ്യണ്ട, നീ ഇത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങോട്ട് പോണ്ട, അതുകൊണ്ട് നിനക്കുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മോനെ അവിടെ ഇവിടെയും പോയി കഷ്ടപ്പെടരുത്. അയ്യോ, അവന്റെ മുഖം കാണണ്ടേ, ആകെ വാടി, എന്റെ കുട്ടി കറിവേപ്പില പോലെയായി. അല്ല, കറിവേപ്പിലല്ല, എന്താ വേറെ എന്തോ പറയും. അത് അവസാനം അവൻ സ്വയം ആയിത്തീരുന്നു എന്നാണ്. അതുപോലെ എങ്ങനെ തക്കാളി പോലെ ഇരുന്നവനാ. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറയാം. നമുക്കൊരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരുന്നു, TN ശേഷൻ. അദ്ദേഹം പറയും, 17 വയസ്സ് കഴിഞ്ഞാൽ മലയാളി കേരളത്തിലിരിക്കാൻ പാടില്ല, അവൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് അയക്കണം. എന്നാ അവൻ പുറത്തൊക്കെ പോയി വന്നാൽ നന്നാവും. കാരണം ഇവിടെ ഒരു 22, 23, 24 വയസ്സ് വരെ തൊഴിലൊന്നും ചെയ്യാതെ ഒരു 6 മാസം ഇരുന്നാൽ പിന്നെ അവൻ അടുത്തത് ആലോചിക്കുക എന്താണെന്നറിയോ? അവന്റെ ആലോചന എവിടെയെങ്കിലും ഒരു മകള്, ഒറ്റ മകളുള്ള ഒരുപാട് കാശുള്ള ഒരാൾ, ഒരു പെൺകുട്ടിയെ കിട്ടണം. അങ്ങനെ അവൻ ഞായറാഴ്ച മാട്രിമോണിയിൽ ഇങ്ങനെ നോക്കും. പിന്നെ പലതും ചിന്തിക്കും. കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസത്തിലോ 3 മാസത്തിലോ ഭർത്താവ് വല്ല ആക്സിഡന്റിൽ മരിച്ച കേസായാലും മതിയായിരുന്നു. അതെ, ഇങ്ങനെ കിനാവ് കാണുന്ന കുറെ ചെറുപ്പക്കാര്, വല്ലവന്റെ കയ്യിലുള്ള ധനം എങ്ങനെയെങ്കിലും, എന്നിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് എന്നെ ഏൽപ്പിക്കണം, എന്നിട്ട് വേണം അതിനെ മുഴുവൻ ലെവലാക്കാൻ, എന്നിട്ട് ഞാൻ ആ ബിസിനസ് നടത്തും. ഇങ്ങനെയുള്ള കിനാവുകൾ കാണും. ഒന്നും ചെയ്യില്ല എന്ന് പറയും. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനത്തെ, അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികള് ഗീത എടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞത്. സ്വാമിക്ക് അത് പറയേണ്ടി വന്നിരുന്നു. ഇങ്ങനത്തെ അലസന്മാരെ കണ്ട സമയത്ത് സ്വാമിജി പറഞ്ഞു, വലിച്ചെറിയൂ ഭഗവത്ഗീത, എടുക്കൂ ഫുട്ബോൾ, കാരിരുമ്പിന്റെ മസിലുകളും ഉരുക്കിന്റെ ഞരമ്പുകളുമുള്ള ചുണക്കുട്ടികളെയാണ് എനിക്ക് ആവശ്യം. ആദ്യം അതൊക്കെ ഒന്ന് ശരിയാവണം, എന്നാലേ ഗീത തന്നെ ശരിയാവണം. ഇത് അലസന് ഗീത കിട്ടിയാലോ അവനത് തലയിൽ വെച്ച് കിടന്നുറങ്ങുന്നു പറയും, അല്ലെങ്കിൽ അത് കൊണ്ടുപോയി വിൽക്കും. അതുകൊണ്ട് ഗീത പറയുന്നത് ഈ വെറുതെ, ഇതാ ഭഗവാൻ പറയുന്നതാ ഇത്. എന്താ, വെറുതെ ഇങ്ങനെ ശരീരത്തിന്റെ ഇതിന് പോലും ഒന്നിനും കൊള്ളാതെ എവിടെയെങ്കിലും ഒന്നും ഇരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തെങ്കിലും, അതെവിടെയെങ്കിലും പോയിട്ട്. ഒന്നും പറ്റില്ല, രാവിലെ പത്രം കൊണ്ടിടാൻ നോക്കൂ. 2 മണിക്കൂർ ഒരു സൈക്കിൾ എടുത്ത് ഒരു 50 പേപ്പറെങ്കിലും കൊണ്ടുപോയിട്ടിടുക. നല്ലൊരു ജോലിയാ. രാവിലെ തന്നെ ഒരു എക്സസൈസുമായി, ശുദ്ധവായു. രാവിലെ എങ്ങനെ, പ്രകൃതി രാവിലെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇതുവരെ അറിയാറില്ലല്ലോ. ഒന്നുമില്ലേ, ഒരു വലിയ വണ്ടി എടുക്കുക, തേപ്പ് പെട്ടി, തേക്കാൻ ഒരുപാട് ആളുകളെ ആവശ്യമുണ്ട്. ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് വെറുതെ ഇരുന്ന് സമയം കളയണ്ടെന്ന് ഭഗവാൻ ഇതാ പറയുന്നു. അതുകൊണ്ട് നീ എന്താ വേണ്ടത്? നിയതം കർമ്മ കുരു, അകർമ്മണഃ കർമ്മജ്ഞായഃ, അകർമ്മണഃ തേ ശരീരയാത്ര അപിച്ച ന പ്രസിദ്ധ്യേ. ശരീരത്തിന് ഒരു സുഗമമായ യാത്രയുണ്ടെന്നും ആ യാത്ര കർമ്മത്തിലൂടെ നാം സുഗമമാക്കേണ്ടതാണ് എന്നും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ
തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര ലോകഃ അയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ ഹേ കൗന്ദേയ മുക്തസംഗ സമാചര. ഭഗവാൻ പറയുന്നു, ഹേ കൗന്ദേയ, അല്ലയോ അർജുന, അയം ലോകഃ, അയം ലോകഃ എന്ന് പറഞ്ഞാൽ ഈ ലോകം, ഈ ജനം, ലോകം എന്ന് പറഞ്ഞാൽ ജനം. യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര കർമ്മബന്ധനഃ. യജ്ഞാർത്ഥാത് എന്താണ്? ഈശ്വരാർപ്പണ രൂപമായിട്ടുള്ള കർമ്മം യജ്ഞാർത്ഥാത് എന്ന് പറയുന്നു. ഭഗവാൻ ഈ കർമ്മത്തിന്റെ കൂടെ ഒരു പുതിയ പദം ഇവിടെ ചേർക്കുകയാണ്, യജ്ഞം. കർമ്മത്തെ യജ്ഞമാക്കുക. എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട് ദക്ഷന്റെ യജ്ഞം യുദ്ധമായത്. ഇതിന്റെ അഭാവമാണ്. അപ്പം അയം ലോകഃ യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര കർമ്മബന്ധനഃ. ഈ ലോകം ഈശ്വരാർപ്പണ രൂപമായിട്ടുള്ള കർമ്മത്തിൽ നിന്ന് അന്യമായതില് കർമ്മബന്ധനഃ, കർമ്മബന്ധനം ഉണ്ടാവുന്നു. യജ്ഞാർത്ഥത്തിൽ നിന്ന് അന്യമായിട്ടുള്ളതിനാണ് എന്തുണ്ടാവുന്നത്? കർമ്മബന്ധനം ഉണ്ടാവുന്നത്. തദർത്ഥം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട്, എതിനു വേണ്ടിയിട്ട്? ഈശ്വരാർപ്പണത്തിനായിക്കൊണ്ട് കർമ്മത്തെ മുക്തസംഗ, ഫലകാംക്ഷ ഇല്ലാത്തവനായിട്ട് സമാചര, സമ്യക്കാചര, നല്ലവണ്ണം ആചരിക്കും. ഇതിനെയാണ് രമണ മഹർഷി പറയുന്നത്. ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. മഹർഷി പറയുന്നു ഉപദേശസാരത്തിൽ, ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പിതം, ഈശ്വര പൂജ. അങ്ങനെയാണെങ്കിലോ മുക്തി സാധകം, മുക്തിക്ക് ഹേതുവായിത്തീരുന്നു. ഭഗവത് അർച്ചനയായിക്കൊണ്ട് ഈ പൂജ, എല്ലാ കർമ്മങ്ങളും. അത് നമ്മൾ 4-ാം അധ്യായത്തില് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം എന്ന മന്ത്രം, എന്ന ശ്ലോകത്തിൽ വിസ്തരിച്ച് മനസ്സിലാക്കും. രാവിലെ നിങ്ങൾ ബ്രഷ് തേക്കുന്നതേ യജ്ഞമാണ്. ഇന്ന് നാം ഈശ്വരന്റെ കർമ്മങ്ങളൊക്കെ വിഭജിച്ചു വെച്ചിരിക്കുക. ഈശ്വരന്റെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് തേക്കുക, പൂജാമുറി തുടയ്ക്കുക, ഫോട്ടോ തുടച്ചു വെക്കുക, മാല കെട്ടുക, ഭഗവാന് നേദിക്കുക, ഇതൊക്കെയാ. ബാക്കിയുള്ളതിനൊക്കെ യാതൊന്നുമില്ല. ഒരമ്മ ഒരിക്കൽ പറയണ്ടായി, ഈ ഗുരുവായൂരിൽ ഞങ്ങളന്ന് ഒരു സപ്താഹത്തിന് പോയ സമയത്താണ്. അപ്പൊ സ്വാമി പറയുന്നത്, നിങ്ങൾ ഒരല്പം ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നും നിങ്ങൾ നേരെ തിരിച്ചു മനസ്സിലാക്കി കളയരുത്, അതാണ് നമുക്ക് വിഷമേ. അപ്പൊ അവര് പറഞ്ഞു, ഓ സ്വാമി, വലിയൊരു ആഗ്രഹമായിരുന്നു ഭഗവാന്റെ പ്രസാദം കഴിക്കണം എന്നുള്ളത്. ഇന്നതിന് സാധിച്ചു. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഭഗവാന്റെ പ്രസാദം കഴിച്ചു. ഒരു ദിവസം അവർക്ക് ഊണ് കഴിക്കാൻ സാധിച്ചു. അപ്പൊ നമ്മൾ ഒരു ഇത് പറയുമ്പം വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയൊക്കെ. പക്ഷെ അപ്പൊ ഇത്ര വർഷം നാം കഴിച്ചതോ? ഇത്ര വർഷം നാം കഴിച്ചത് ആരുടെ പ്രസാദം? ആരുടെയാണ്? നമ്മളെ ചെറിയ ചോദ്യം, സംശയമാണ്. അത് നമ്മൾ റേഷൻ ഷോപ്പിൽ നിന്ന് മേടിക്കുക, നമ്മുടെ കാശ് കൊടുത്ത് മേടിക്കുക, എന്തോ ആയാലും അതൊക്കെ എന്താണ്? പ്രസാദം തന്നെയാണ്. ഇന്ന് നാം ഈശ്വരന്റെ കർമ്മങ്ങളൊക്കെ വിഭജിച്ചു വെച്ചിരിക്കുക. ഈശ്വരന്റെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് തേക്കുക, പൂജാമുറി തുടയ്ക്കുക, ഫോട്ടോ തുടച്ചു വെക്കുക, മാല കെട്ടുക, ഭഗവാന് നേദിക്കുക, ഇതൊക്കെയാ. ബാക്കിയുള്ളതിനൊക്കെ യാതൊന്നുമില്ല. ഒരമ്മ ഒരിക്കൽ പറയണ്ടായി, ഈ ഗുരുവായൂരിൽ ഞങ്ങളന്ന് ഒരു സപ്താഹത്തിന് പോയ സമയത്താണ്. അപ്പൊ സ്വാമി പറയുന്നത്, നിങ്ങൾ ഒരല്പം ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നും നിങ്ങൾ നേരെ തിരിച്ചു മനസ്സിലാക്കി കളയരുത്, അതാണ് നമുക്ക് വിഷമേ. അപ്പൊ അവര് പറഞ്ഞു, ഓ സ്വാമി, വലിയൊരു ആഗ്രഹമായിരുന്നു ഭഗവാന്റെ പ്രസാദം കഴിക്കണം എന്നുള്ളത്. ഇന്നതിന് സാധിച്ചു. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഭഗവാന്റെ പ്രസാദം കഴിച്ചു. ഒരു ദിവസം അവർക്ക് ഊണ് കഴിക്കാൻ സാധിച്ചു.
അപ്പൊ നമ്മൾ ഒരു ഇത് പറയുമ്പം വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയൊക്കെ. പക്ഷെ അപ്പൊ ഇത്ര വർഷം നാം കഴിച്ചതോ? ഇത്ര വർഷം നാം കഴിച്ചത് ആരുടെ പ്രസാദം? ആരുടെയാണ്? നമ്മളെ ചെറിയ ചോദ്യം, സംശയമാണ്. അത് നമ്മൾ റേഷൻ ഷോപ്പിൽ നിന്ന് മേടിക്കുകയെ, നമ്മുടെ കാശ് കൊടുത്ത് മേടിക്കുകയെ, എന്തോ ആയാലും അതൊക്കെ എന്താണ്? പ്രസാദം തന്നെയാണ്. എല്ലാറ്റിനെയും പ്രസാദമാക്കി കഴിഞ്ഞാലോ ആ സമയത്തുണ്ടല്ലോ ചിലപ്പോ ചിലർക്ക് എന്തിനാണ് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം ഈ ഒരു സംസ്കാരത്തെ ജനിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതാ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗംഭീര സംഭവമാണ്, മോശമൊന്നുമല്ല. എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്ന്, ക്ഷേത്രങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ഒരു മഹാത്മാവിനോട് ഒരിക്കൽ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എപ്പോഴോ ഒരിക്കൽ ഈശ്വരൻ മാനുഷവേഷം ധരിച്ച് ഈ പ്രപഞ്ചത്തിൽ വന്നിട്ടുണ്ട്. ആരോ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു. ഒരു ഗസ്റ്റ് ഹൗസാണ് ക്ഷേത്രം. അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളൊക്കെ അത് ചെയ്യുമായിരുന്നു. മനുഷ്യൻ മാത്രം അത് ചെയ്തത് എന്തുകൊണ്ടാ? ഒരിക്കൽ അത് സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴോ ഒരിക്കൽ. അതുകൊണ്ട് അവൻ വരുമെന്നും ഇരിക്കുമെന്നും താമസിക്കാൻ വേണ്ടി പിന്നീടുള്ളവരതിങ്ങനെ പണിത് വലിയ, അത് വളരെ എന്താ പറയാ, ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ്. ആ തരത്തിലുള്ള ഒരു ചിന്ത ആഴത്തിൽ ധ്യാനത്തിൽ കൊണ്ടുവരണം. ഭഗവാൻ അതിഥിയായി വരുന്നതും അദ്ദേഹത്തിന് താമസിക്കാൻ നാം ഒരു ഗസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നത്. ഗസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ സർക്കാർ ഗസ്റ്റ് ഹൗസുകളുടെ ചിത്രം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സ്വാമിയോട് പുറത്തേ മതിയാവും. അപ്പൊ അവിടെ നമുക്ക് തരും തീർത്ഥം, അതിന് ജലം. അത് ജലമല്ല, തീർത്ഥമാണ്. അത് നമ്മൾ ആ ഭാവത്തോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ആവാഹന മന്ത്രത്തിലൂടെ ആവാഹിച്ച് തീർത്ഥീകരിക്കുന്ന സമയത്ത് അത് എന്താണ്? അതൊരു കൽപ്പനയാണ്. ആവാഹനം എന്നതൊരു കൽപ്പനയാണ്. വിനോബാജി ഈ അധ്യായത്തിന് വിനോബാജി കർമ്മയോഗത്തെക്കുറിച്ച് പറയുമ്പം ഒരു കാര്യം പറയുന്നത്, കർമ്മം എന്നത് വെറും കടലാസാണ്. എന്നാൽ കടലാസാകുന്ന, വെറും കടലാസാകുന്ന ആ കർമ്മത്തിലേക്ക് ഭാവനയാകുന്ന മുദ്രണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുദ്രണം ചെല്ലുന്ന സമയത്ത് അതിന് അമൂല്യമായ വിലയുണ്ട്. അത് വെറും കടലാസല്ല, അത് അങ്ങേയറ്റം മൂല്യവത്താണ്. അങ്ങനെ കടലാസാകുന്ന നിരർത്ഥകമായ കർമ്മത്തില് നമ്മുടെ ആ ഭാവനയുണ്ടല്ലോ, ഈശ്വര പൂജ എന്ന ഭാവന അങ്ങോട്ടേക്ക് കയറ്റിക്കഴിഞ്ഞാൽ അത് ഗംഭീരായി. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ആവാഹിച്ച് തീർത്ഥം തരുന്ന സമയത്ത് ആ തീർത്ഥത്തെ നമ്മൾ സേവിക്കണം. അതൊരല്പം പോലും പുറത്ത് കളയാതെ, ഈ ഒരല്പം പോലും പുറത്ത് കളയാതെ, ഒരല്പം പോലും എന്താ പറയാ, അതിനെ വേസ്റ്റാക്കാതെ നാം ആ ജലത്തെ സേവിക്കുന്നത് പോലെ നമ്മുടെ പുറത്തെ ജലത്തെ നാം കണ്ടു കഴിഞ്ഞാലോ, ഈ ഒരു കാഴ്ചപ്പാട് നമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ക്ഷേത്രങ്ങൾ. അത് സംഭവിക്കുന്നില്ല എങ്കിൽ ഇത് നിലനിൽക്കേണ്ടത് ആവശ്യമാണോ എന്ന് നിങ്ങളും ഞാനും ഒരുമിച്ച് ചിന്തിക്കേണ്ടതാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടുന്ന് തരുന്ന ചോറ് അതിന് പ്രത്യേക രുചിയൊന്നുമില്ല. എന്താ പടച്ചോറിന്റെ രുചി എന്താണ്? നല്ല കട്ട പോലെ ഉണ്ടാവില്ലേ? എന്നാൽ എന്ത് സ്വാദിഷ്ടമായിട്ടാണ് നാം കഴിക്കുന്നത്. അതിലൊരു കല്ല് പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്ര കാര്യമാക്കാറുണ്ടോ? പ്രസാദ ബുദ്ധിയാ സ്വീകരിക്കുന്നു. ഈ ഒരു മാനസിക ഭാവത്തെ കൈക്കൊണ്ടുകൊണ്ട് നീ എന്തു വേണം? നിന്റെ ഭക്ഷണത്തെ മുഴുവൻ ഇങ്ങനെ സ്വീകരിക്കൂ. പ്രതിദിനം ഭിക്ഷൌഷധം ഭുജ്യതാം നതുവൃത, പറയുന്നു, സാധ്വന്നം നതു യാജ്യതാം ഭിക്ഷൌഷധം ഭുജ്യതാം. ആചാര്യസ്വാമികള് സാധനാപഞ്ചകത്തിൽ ഭിക്ഷയായിട്ട് ഭുജിക്കാൻ പറയുമ്പം അമ്മാ വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ടല്ല. കാരണം നമ്മുടെ മുൻപില്, നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുള്ള അരി, ആ ചോറ്, അതിന്റെ ആ ചോറാകുന്നതിന് തൊട്ട് മുൻപ്
അത് 11 മണിക്ക് 10:30ക്കോ അരി അടുപ്പത്തിട്ടതാണെങ്കിൽ 10 മണിക്ക് 9:30 മണിക്ക് അത് നമ്മുടെ ചാക്കിനകത്താണെങ്കിൽ അതിന്റെ തലേന്നും അല്ലെങ്കിൽ അതിന്റെ പിറകിലേക്ക് റേഷൻ ഷോപ്പിലോ കടകളിലോ ആയിരുന്നു എങ്കിൽ അതിന്റെയും പിറകിലേക്ക് ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ വയലിൽ ആയിരുന്നുവെങ്കിൽ അതിന്റെയും പിറകിലേക്ക് കാലവും അദൃശ്യമായ ഒരുപാട് കരചരണങ്ങൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മയുടെ ഫലമായി എന്റെ മുന്നിൽ എത്തിയിരിക്കുന്ന ഈ അന്നം, ഇത് ഭഗവത് പ്രസാദമല്ലാതെ പിന്നെ എന്റെ ശേഷി കൊണ്ട് ശേമുഷി കൊണ്ട് ഞാൻ നേടിയെടുത്തതാണോ? ഈ ഒരു കലയെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ അന്നം ബ്രഹ്മേതി വ്യജാനാത് അന്നം ന നിന്ദ്യ തദ്വ്രതം എന്ന് വേദം പറയും. പിന്നെ ഇത് മുൻപിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് കുട്ടികൾക്ക് എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് തട്ടാൻ പറ്റില്ല എന്ന് പറയാം. ഒരിക്കലും സാധ്യമല്ല. എനിക്ക് വേണ്ട എന്നും പറഞ്ഞിങ്ങനെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഒരു കറക്ക് കറക്കുമ്പോൾ അതിങ്ങനെ കറങ്ങിയിട്ട് താഴെ വീഴുന്ന സമയത്ത് അച്ഛനൊന്ന് വന്ന് വെടിയും കൊടുക്കും, അമ്മ ഇപ്പുറത്തുനിന്ന് ഒന്ന് കൊടുക്കും. പിന്നെ അവൻ പോയി അല്ലെങ്കിൽ അവള് പോയിട്ട് കതക അടച്ച് ഒരു കുറ്റിയിട്ടിട്ട് ആ കതക അടയ്ക്കുന്നതിന്റെ ഒരു ശബ്ദമുണ്ട്, ടപ്പ എന്ന് പറഞ്ഞിട്ട് അത് കുറ്റിയിട്ട് ഒരു കമിഴ്ന്ന് കിടക്കല. ഇതല്ലേ നമ്മുടെ വീട്ടിൽ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? അന്നം ബ്രഹ്മമാണെന്ന് നിങ്ങൾ ഓതിക്കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്താലും ഇരിക്കട്ടെ. സാവകാശം വന്നിട്ട് ഒരു ദിവസം നല്ല 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 മനസ്സോടുകൂടി ഇരിക്കുമ്പം നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാലോ. നിനക്കിതിൽ രുചിപ്പെടാത്ത എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി, അമ്മ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം അനിഷ്ടം എന്നുള്ളതൊന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിക്കൂ. വെറുതെ നമുക്കിതേ ഞാൻ പുട്ടേ ഉണ്ടാക്കും, നീ പുട്ട് കഴിച്ചേ മതിയാവും, ഇങ്ങനെയുള്ള ദുശാഠ്യങ്ങളൊക്കെ ഒഴിവാക്കും. അല്ലെങ്കിൽ അവനോട് പറയാം, നിങ്ങളും കൂടെ സഹായിക്കാൻ വന്നാൽ ഞാൻ ഒരാൾക്ക് പുട്ടുണ്ടാക്കാം, ഒരാൾക്ക് ദോശ ഉണ്ടാക്കാം, ഒരാൾക്ക് ഇഡലി ഉണ്ടാക്കാം. അമ്മയ്ക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി തരാം, വലിയ സന്തോഷമാണ് മക്കളെ. പക്ഷെ സമയമൊന്നും കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യുക? ആരുടെയാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്? അച്ഛൻ ഉണ്ടാക്കണോ അതോ നിങ്ങൾക്ക് ഉണ്ടാക്കണോ? അപ്പൊ അവസാനം അവര് തന്നെ പറയും, അമ്മേ നമുക്ക് കഞ്ഞി മതിയെന്ന്. ഇതിപ്പോ നമ്മളിങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റില്ല, വേണമെങ്കിൽ ഇതാക്കിക്കോളൂ, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാര്യത്തോടടുക്കുന്നില്ല. കാര്യത്തോടടുപ്പിക്കാൻ നിങ്ങൾ ഈ ശാസ്ത്രം ഗ്രഹിക്കണം. വെറുതെ കിടന്നിങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക. ആ ഫ്രിഡ്ജും കൊണ്ട് തുറക്കുമ്പോ തന്നെ ആളാ മണം കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ട് വീണു. അതിന്റെ ഉള്ളിൽ അളിച്ചതും പൊളിച്ചതും ഒക്കെ ഇരിക്കുക. അപ്പൊ ആ യജ്ഞം, കർമ്മത്തിലെ യജ്ഞം, അതിന്റെ പിറകിലുള്ള പ്രയത്നം, ഇതൊക്കെ നമ്മൾ കുട്ടികളെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. കുട്ടികളെന്നല്ല, നമുക്ക് ആദ്യം അത് അറിയണം. ആശ്രമത്തില് ഭക്ഷണം കഴിക്കുമ്പം ഒരു സൂചിയും വെള്ളവും കൊണ്ടുവയ്ക്കും. ഇതെന്തിനാ ഇത്? ശിഷ്യൻ വിചാരിക്കും ഗുരു എന്തെങ്കിലും ഇത് വിഴുങ്ങും, അത് കാണണം. ഒരിക്കൽ പോലും ഗുരുവിന് ഇതിന്റെ ആവശ്യമേ വന്നിട്ടില്ല. ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ വെള്ളം, പ്ലേറ്റിൽ ഒരു സൂചി. ഇയാള് എത്രയോ വർഷം ഗുരുവിനെ നിരീക്ഷിച്ചു. ഇങ്ങോരെന്താ ഈ സൂചിയും കൊണ്ടും ഗ്ലാസ് വെള്ളം കൊണ്ട് ചെയ്യാൻ പോണം? തൊടില്ല ഗുരു. പക്ഷെ അത് ഒരു ദിവസം കൊടുക്കാത്തപ്പോ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു, എവിടെ? വേഗം കൊണ്ടുവന്ന് കൊടുത്തു. അവസാനം ശിഷ്യൻ തോന്നി ഗുരു താ മരണപ്പെടാൻ പോവുക, ഇപ്പോഴെങ്കിലും ഇയാൾ വിഴുങ്ങുമായിരിക്കും. ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഈ സൂചി എന്നാ അങ്ങ് വിഴുങ്ങുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ, ഇത് വിഴുങ്ങാനുള്ളതല്ല. എന്നെങ്കിലും ഒരു മണി വറ്റ് വീണാൽ ആ സൂചി കൊണ്ട് കുത്തി വെള്ളത്തിൽ മുക്കി ഇതിലിടാനില്ല. എനിക്കത് വേണ്ടി വന്നിട്ടില്ല എന്ന് പറയാം. ക്രിയ നമ്മുടെയൊക്കെ കുട്ടികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഈ പൂവിട്ട പോലെ ഉണ്ടാവും പ്ലേറ്റിന് ചുറ്റും, അങ്ങനെയല്ലേ, കോലം ഇട്ടതുപോലെ. ഒരു വൈകുന്നേരം മടിയിലിരുത്തിയിട്ട് ഈ കഥയൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അതിന് ഓർമ്മയുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട 2 കൊടുക്കും. അറിയാടാ നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ മേടിക്കുന്നതെന്ന്? റോട്ടിൽ കുട്ടികൾ കഴിക്കാനില്ലാതെ ഇരിക്കണം, നിനക്കൊക്കെ എന്തിന്റെ കുറവാ? ടപ്പ ടപ്പ വേണ്ടാണ്, എനിക്ക് വേണ്ട നിങ്ങളുടേത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നാട് വിട്ടു പോവുകയായിരിക്കും. നല്ല സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതിന്റെ പിറകിലുള്ള കൈകൾ അത് ഒരുപാടുണ്ട് എന്ന് പറയാം.
അത് ഭഗവത് പ്രസാദം എന്ന് പറയുമ്പം എല്ലാം പ്രസാദമാണ്. അങ്ങനെയാവുമ്പം ഭഗവത് പൂജ എന്ന് പറഞ്ഞാൽ ഏതാ ഭഗവത് പൂജയല്ലാത്തത്? ഗീത പഠിപ്പിക്കുന്നത് അതാണ്. പക്ഷെ ഇപ്പം നമ്മുടെ ഭക്തന്മാരുടെ കേസിലൊക്കെ ചില കർമ്മങ്ങൾ ഭഗവാന്റെ കർമ്മം. അതുകൊണ്ടാണല്ലോ ഭഗവാനെ നമ്മൾ പലയിടത്തൊന്നും മാറ്റിവെക്കാൻ ആലോചിക്കുന്നില്ലേ? പലപ്പോഴും പലരും ബെഡ്റൂമിൽ ഭഗവാന്റെ ഫോട്ടോ വെക്കില്ല. കാരണം കാണാൻ പാടില്ലാത്തതൊക്കെ അദ്ദേഹം കണ്ടാൽ മോശമല്ലേ? അതെ, നോക്കൂ, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും. ഒരു സമ്പ്രദായത്തില് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്തിനാ സ്വാമി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം പറയുമ്പോൾ അതെല്ലാം ബോധിപ്പിച്ച് തരേണ്ടത് ആവശ്യമാണല്ലോ ഒരാചാര്യൻ എന്ന നിലയ്ക്ക്. ഒരു സമ്പ്രദായത്തില് പൂർണ്ണ നഗ്നയായിട്ട്, അതായത് ശരീരത്തിലെ വസ്ത്രങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് കുളിക്കില്ല. എന്താണ് അത്ര അതിന് കാരണം? അത് ഭഗവാൻ കണ്ടുകളയോ എന്നുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ച് തുണിയായി ഇരിക്കുന്നത് ആരാണ്? ജലമായി ഇരിക്കുന്നത് ആരാണ്? അപ്പായി ഇരിക്കുന്നത്, ജലമായി ഇരിക്കുന്നത്, വസ്ത്രമായി ഇരിക്കുന്നത്. ആ വസ്ത്രത്തിന് ഊടും പാവുമേകിയത് ആരാണ്? പറയൂ. അപ്പൊ ഈശ്വരൻ അവരെ സംബന്ധിച്ച് പരിമിതമായ ഏതോ കോണുകളിലിരുന്ന് താക്കോൽ പഴുതിലൂടെ നോക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ നിന്ന് നിങ്ങളെ നോക്കുന്ന ഒരാളോ? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈശ്വരന്റെ രൂപം കൊടുത്ത് ധ്യാനിക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണ്ട, ഇങ്ങനെയൊന്നും അങ്ങ് ധരിച്ചേക്കരുത്. അതുകൊണ്ടാണല്ലോ കൃഷ്ണന്റെ കുഴലെടുത്ത് നമ്മൾ മാറ്റിയത്. മൂപ്പര് അഥവാ വിളിച്ചാൽ അബദ്ധാവുന്ന. അതുകൊണ്ട് ആ യജ്ഞഭാവം, കർമ്മത്തിൽ ആ പൂജ, ഈശ്വര പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം ഒന്നൊഴിയാതെ നമ്മുടെ കർമ്മങ്ങളിലെല്ലാം യജ്ഞമാണ്. സന്താനോത്പാദനം മുതൽ അതും യജ്ഞമാണ്. അങ്ങനെ യജ്ഞത്തിൽ നിന്നാണ് സന്തതി ഉണ്ടാകുന്നത് തന്നെ. യജ്ഞകർമ്മമാണ് യജ്ഞത്തിൽ നിന്നാണ്. യജ്ഞമാരാണ്? വിഷ്ണുവാണ്. യജ്ഞോ വൈ വിഷ്ണു, യജ്ഞം വിഷ്ണുവാണ്. രാവിലെ എഴുന്നേൽക്കുന്നതേ ഒരാളോട് ചോദിച്ചു, ഒരു ഭക്തനോട് ചോദിച്ചു, അല്ലയോ ഭക്ത, എന്താണ് ഈശ്വരൻ അങ്ങേക്ക് തന്ന അനുഗ്രഹം? അദ്ദേഹം പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രിയാവുന്നത് വരെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് ഒരു ഉറപ്പില്ലായിക. ആ ഒരു ഉറപ്പില്ലായിക ഉണ്ടല്ലോ, അതാണ് എനിക്ക് തന്ന അനുഗ്രഹം. കേട്ട ആളുകൾ ഇതെന്ത് വട്ടാ, ഇതിപ്പോ എല്ലാവർക്കും അറിയില്ലേ? ഇല്ല, എല്ലാവർക്കും അറിയില്ല എന്നുള്ളതാണ് അതിന്റെ രസം. അതായത് വീഞ്ഞ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ലഹരി, എന്താ പറയാ, ലഹരി വരുമോ? ഇല്ലല്ലോ, അതിനനുഭവിക്കണ്ടേ? അതുപോലെയാണ്. അതുകൊണ്ട് കർമ്മങ്ങളെ വിഭജിക്കണ്ട, എല്ലാം ഭഗവത് പൂജ. അപ്പൊ അങ്ങനെ അതങ്ങോട്ട് തെളിഞ്ഞു വരുമ്പം നമുക്ക് ഒന്ന് ബോധ്യമാവും, ഞാൻ അതാണ്. അതുകൊണ്ട് ചിന്മയാൻ സ്വാമികളോട് ഒരിക്കലും ഒരു പത്രക്കാരൻ ചോദിച്ചിരുന്നു, സ്വാമിജി അങ്ങ് ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ സ്വാമിജി പറഞ്ഞു, ഞാൻ ഈശ്വരനാണോ എന്നുള്ളതിലല്ല എന്റെ ശ്രദ്ധ, ഞാൻ അതിനെക്കുറിച്ച് അത്ര അങ്ങോട്ട് ബോധറിയുന്നില്ല എന്ന് പറയാം. പക്ഷെ എന്റെ യജ്ഞശാലയിലെ ഓരോരുത്തരും യജ്ഞം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവരോരോരുത്തർക്കും തോന്നാറുണ്ട് അവർ ഈശ്വരനാണെന്ന്. അതിൽ ഞാൻ അതീവമായി ശ്രദ്ധിക്കുന്നു എന്ന് പറയാം. അവരൊന്നുമല്ല എന്നല്ല, ഞാൻ എന്തോ ആണ്, ഞാൻ ഈശ്വരനാണോ എന്ന് അവർ കരുതുന്നു. അതിലാണ് എന്റെ ശ്രദ്ധ മുഴുവൻ. അപ്പൊ കർമ്മങ്ങൾ പിന്നെ നമുക്ക് വിഭജിക്കാൻ പറ്റില്ല. ഒരു തരത്തിൽ നമുക്ക് വിഭജനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ കർമ്മത്തിൽ. നിങ്ങൾ എങ്ങനെയാണോ പൂജാമുറി വൃത്തിയാക്കുന്നത്, ആ ഒരു ഭാവം തന്നെയായിരിക്കണം നിങ്ങൾക്ക് ലാട്രിൻ വൃത്തിയാക്കുന്നതിലും. ഒരു ഭേദവും വേണ്ട, കാരണം കർമ്മമാണ് അത്. അല്ലാതെ പൂജാമുറിയിൽ ജോലിക്കാരിയെ കയറ്റില്ല, അത് ശരിയാവില്ല, അത് ഞാൻ തന്നെ, എന്നാലോ ഞാൻ ചെയ്യോ, അതുമില്ല. നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്.
നമ്മുടെ ഈ അത്ഭുതത്തെ, നമ്മുടെ ഈ സംശയത്തെ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുക. നമ്മുടെ വീട്ടിൽ ഇന്ന് തന്നെ നിങ്ങൾ പോയി നോക്കുക, ഏറ്റവും വൃത്തികേടായിരിക്കുന്ന ഇടം ഏതായിരിക്കും? പൂജാമുറിയായിരിക്കും. സംശയമൊന്നും വേണ്ട. ഏറ്റവും അഴുക്ക് പിടിച്ച ഫോട്ടോ നമ്മുടെ വീട്ടിലത് ഏതായിരിക്കും? ഭഗവാന്റെ ഫോട്ടോ ആയിരിക്കും. നമ്മുടെ ഫോട്ടോ നമ്മൾ ദിവസവും തുടച്ചു വെക്കും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തുടച്ചിട്ട് അതങ്ങനെ അവിടെ വയ്ക്കും. പല വീട്ടിലും പല വീടുകളിലും പല പൂജാമുറികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സരസ്വതിയുടെ വീണ ഉണ്ട്, ഹനുമാന്റെ ഗതയായിട്ട് അങ്ങോട്ട് വീണ പകുതിയില്ല. അയ്യപ്പസ്വാമി അല്ലെങ്കിലേ ഇരിക്കുക, മൂപ്പരുടെ തലയിലാണ് വേറെ ആരൊക്കെയോ ഇരിക്കുന്നത്. ഇങ്ങനെ ആർക്കും നിൽക്കാനും ഇരിക്കാനും ഒന്നും സ്ഥലമില്ലാതെ ആകെ കൂടെ ഒരു വാഗൻ ട്രാജഡി പരുവത്തിലാണ്. കാരണം ഇവിടുന്ന് ഒക്കെ കിട്ടിയതിനെ കൊണ്ട് പൊട്ടിച്ചൊട്ടിച്ച് അങ്ങനെ വെച്ചിരിക്കും. എവിടത്തെയൊക്കെ പ്രസാദമുണ്ടോ അതെല്ലാം കൊണ്ടുപോയി ആ വാഴയിലും അതിലും ഇതിലും ആക്കി വെച്ച് ഈ ചുരുളൻ പുഴു പോലെ ഇങ്ങനെ കാണാം. ചുരുണ്ട് മാലകൾ തൂക്കിയിട്ടത് ഇങ്ങനെ ഓരോരുത്തർ ഈ സ്വാമിമാരും അവരിവരൊക്കെ ഓരോന്ന് കൊടുക്കുമ്പോ എല്ലാം കൊണ്ടുവയ്ക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പേടിയാണ് ചവറ്റുകൊട്ടയിലിടാൻ. ഈ പൂജാമുറിയിൽ എല്ലാം കൂടെ വൃത്തിയാക്കി ഒരു കൊട്ടയിലിടാൻ പേടിയാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വിഭജനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ വിഭജനങ്ങൾ എടുത്ത് കളയുന്ന ഒരു വേളയുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, അതിനെ ഈ മോക്ഷം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല. ഇപ്പൊ നമുക്ക് പേടിയായി, ഇത് അതിന്റെ കൂടെ വെക്കാൻ, അത് ഇതിന്റെ കൂടെ വെക്കാൻ. എന്നാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു വൃത്തിയില്ലാതെ അങ്ങേയറ്റം ആ വിളക്കിന്റെയൊക്കെ കോലുമോ എല്ലാം കാണണം. ചിലതൊന്നും വിളക്ക് കിട്ടില്ല, അങ്ങോട്ട് എടുക്കാൻ ഇങ്ങനെ പീട്ടിച്ച് വലി അടിയിന്ന് ബോൾട്ടിട്ട് വെച്ചത്. ബോൾട്ടിട്ടൊന്നുമല്ല സംഭവം, അപ്പോൾ എണ്ണ വീണ് അങ്ങനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ കാണാം ആ ഒറിജിനൽ മൊസൈക്കോ ഗ്രാനൈറ്റോ എന്തായിരുന്നു ആ വീട്ടില് അന്നത്തെ കാവി, അതൊക്കെ അങ്ങനെ കാണാം. പിന്നെ ഈ ചന്ദനത്തിരിയുടെ കുറ്റി അതിൽ നിന്ന് വീണിട്ടുള്ള ആ ഹാഷ്. അപ്പൊ നമ്മുടെ ചോദ്യം വളരെ ലളിതമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയെ ഞാൻ ഇരുത്തുന്നത് ഇങ്ങനെ വൃത്തികെട്ടെടുത്താവൂ? അത് അദ്ദേഹത്തെ സ്തുതിക്കുന്നതോ നിന്ദിക്കുന്നതോ നമ്മുടെ സംശയങ്ങളാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ദൂരീകരിച്ചു തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും വൃത്തിയായിരിക്കേണ്ടത് പൂജാമുറിയല്ലേ? ഒന്നുകിൽ ഈ മുറി ഉണ്ടാക്കാതിരിക്കുക, ഉണ്ടാക്കിയ വൃത്തിയായി വെക്കുക. പിന്നെയോ ചിലർക്ക് ഇതിങ്ങനെ കിഴക്കോട്ട് വേണോ പടിഞ്ഞാറോട്ട് വേണോ അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് തിരിയിടണോ? സ്വാമി ഇനിയിപ്പോ നാളെ ചോദ്യം അതായിരിക്കും, സ്വാമി 1 തിരി വേണോ 2 തിരി വേണോ 3 തിരി വേണോ 4 തിരി വേണോ 5 തിരി വേണോ 7 തിരി വേണോ? ചിലർ പറയണു 11 തിരി, ചിലർ പറയണു 21 തിരി. എന്നിട്ട് നമ്മുടെ തിരി പോവും അല്ലേ? ഇങ്ങനെയുള്ള കുറെ സംശയം. അതുകൊണ്ട് വിളക്കേ ഇപ്പൊ കത്തിക്കുന്നില്ല. കത്തിച്ചാലാണല്ലോ സംശയം, അതുകൊണ്ട് ഇപ്പൊ കത്തിക്കാറില്ല. പിന്നെ ചിലർക്ക് എല്ലാറ്റിനും ഒന്നാണ്. പൂജാമുറിയിൽ നിന്ന് തന്നെയാണ് പപ്പടം കാച്ചാൻ എടുത്തു കൊണ്ടുപോകുന്നതും അത് തന്നെയാണ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് പറയുന്നത് സർവം ബ്രഹ്മമയല്ലേ സ്വാമി?